നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു കോംബോ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കോംബോ ആണ്. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിനെ സംബന്ധിച്ച് ഒരുപാട് നല്ല വൈറൽ കണ്ടന്റ്സ് നൽകിയ ഒരു സ്പെഷ്യൽ കോംബോ ആണ്. ലെറ്റ്സ് വെൽക്കം ദി വൺ ആൻഡ് ഓൺലി രമേഷ് പിഷാരടി ആൻഡ് ടിനി ടോം. രമേശേട്ടാ സ്വാഗതം. തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ സ്വാഗതം. ഒപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അതെന്താ ടീച്ചറിന് മാത്രം സ്പെഷ്യൽ സ്വാഗതം? അതെ ആണ്, പക്ഷെ എന്നാലും ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് ഓണം? ഇപ്രാവശ്യത്തെ ഓണമൊക്കെ എങ്ങനെയുണ്ട് ഓണം? എല്ലാരും ചോദിക്കും ഓണം പഴയ ഓണമായിരുന്നു, നല്ല ഓണം. അത് അവരവരുടെ കാലഘട്ടത്തിൽ ഓണമാണ് വലുതായിട്ട് പറയുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വരാൻ പോണ ഓണം ആയിരിക്കും നല്ലത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് മാറ്റമൊന്നുമില്ല, അതിന്റെ ചുറ്റുമുള്ള ആൾക്കാരാണ് മാറുന്നത്. കാരണം ഓണത്തിന് ഇതേ പൂക്കളും ഉണ്ടാവും, സെറ്റ് സാരി, ഊഞ്ഞാലാട്ടം ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ചുറ്റുള്ള ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഓണം എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഉണ്ട്. അല്ല, അത് ചില ആളുകൾ അങ്ങനെ പറയും കേട്ടോ. എന്റെ അടുത്ത് വീടിനുള്ളവർ ചിലർ പറയുമല്ലോ, അതായത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സൈക്കിളിന്റെ ടയറും തട്ടി നമ്മൾ ഇതിലേക്ക് നടക്കുന്ന എന്തൊരു ബാല്യമായിരുന്നു എന്ന് പറയുന്നത് ആരാന്നറിയോ? ലുലു മാളിൽ പോയിട്ട് മറ്റേ ഡാഷിംഗ് കാർ ഓടിക്കുന്ന ചെറുക്കനോടാ പറയുന്നേ നമ്മുടെ സൈക്കിളിന്റെ ടയറും തട്ടി നടന്നത് ഭയങ്കര സാധനമായിരുന്നു എന്നുള്ളത്. അല്ല, അത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൊബൈൽ എടുത്ത് നോക്കിയാലും ടി വി എടുത്ത് നോക്കി എവിടെ ഓണമുണ്ട്. പണ്ടെന്താണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് പൂ കട്ടണ്ട് വരും, ഇവിടെ ഇടും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. തമ്മിൽ മാത്രമുള്ള ഓണങ്ങളായിരുന്നു. ടെക്നോളജി വരും തോറും നമ്മൾ ഒരുപാട് ഓണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിദേശത്തുള്ള ഓണങ്ങൾ, അമേരിക്കയിൽ ഓണം, ഇവിടുത്തെ ഓണം. അമേരിക്കയിൽ പക്ഷെ നമുക്ക് എല്ലാ ഓണങ്ങളും കൂടാനും പറ്റും അല്ലേ? അല്ല, അമേരിക്കയിൽ ഓണം ആഘോഷം നടക്കുന്നത് ക്രിസ്മസിനാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ സമയത്ത് അവിടെ തണുപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ നടക്കാറ് ഇത് ഒരുമിച്ചാണ് വെക്കാറുള്ളത്. അപ്പൊ പപ്പഞ്ഞിയും അതുപോലെ തന്നെ മാവേലിയും ഒരുമിച്ച് വരും. ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നടക്കുന്ന കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് മത്സരമില്ലാത്തത്. ഓണം ശരിക്കും ഓണത്തിന്റെ പല കായിക വിനോദങ്ങൾക്ക് ഒരു മത്സരത്തിന്റെ സ്വഭാവമുണ്ട്. അത് പുലികളിയാണെങ്കിലും തിരുവാതിര കളിയാണെങ്കിലും പെണ്ണുങ്ങൾക്ക് ഉള്ളിലൊരു മത്സരം, തിരുവാതിര കോമ്പറ്റീഷൻ, പൂക്കളം കോമ്പറ്റീഷൻ, എല്ലാത്തിനും ഒരു മത്സരത്തിന്റെ സ്വഭാവമുണ്ട് ഓണത്തിന്റെ ആഘോഷങ്ങളിലെ പല വിഭാഗങ്ങൾക്കും. പക്ഷെ വൺസ് അപ്പോൺ എ ടൈമിനെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡുകളിൽ മത്സരമില്ല എന്നുള്ളത് നമ്മുടെ കണ്ടസ്റ്റൻസിന് വലിയ മനസമാധാനം ഉള്ളൊരു കാര്യമാണ്. സ്വസ്ഥമായിട്ട് ആഘോഷിക്കാൻ പറ്റും, സന്തോഷത്തോടെ ഇരിപ്പുണ്ട് എല്ലാരും അല്ലേ? ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓണക്കളി എന്തായിരിക്കും? ഒരു ആക്ടിവിറ്റി എന്തായിരിക്കും? ഇഷ്ടമാണ്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, തോക്കായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ആ കളിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയത്തില്ല. ഫുൾ ടൈം ഇതിങ്ങനെ നടക്കുന്നതല്ലാതെ ഇന്നേവരെ വെടിവെച്ചിട്ടോ പുലി ചാകുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ എന്താ കഥ എന്നുള്ളത് എനിക്കറിയില്ല പുലികളിയുടെ. ഇപ്പം ഒരു പട്ടിയുടെ ചുറ്റും നടക്കണത് തെരുവുനായതുകൊണ്ട് ആൾക്കാർ പുലികളിയല്ലേ. ശരി, എന്നാലും ഇന്നത്തെ ഒരു ആഘോഷം കൊടുപ്പിക്കാനായിട്ട് നമുക്ക് 2 ചേട്ടന്മാരെയും അവരുടെ സീറ്റുകളിലേക്ക് ആനയിക്കാം പ്ലീസ്. അതെ, നമ്മൾ ഈ ഓണക്കാലത്ത് നമ്മുടെ ലേഡീസിന്റെ ഒരു ഏരിയ ഓഫ് ഒരു എഫേർട്ട് എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ പൂക്കളം ഇടും, പിന്നെ തിരുവാതിര കളിക്കും, പിന്നെ നമ്മൾ സദ്യ വട്ടത്തിനേക്കാൾ കൂടും. അതല്ലാണ്ട് ഒരു കൂടുതൽ ഇൻവോൾവ്മെന്റ് അത് എടുത്ത് പറയാൻ കാരണം, നമ്മൾ ഓണം ആഘോഷിക്കുന്ന തന്നെ മാവേലി തമ്പുരാൻ നാട്ടിൽ വരുന്നു, ഐതിഹ്യമുണ്ട്, വാമനനുണ്ട്, ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ട് നമുക്കൊരു സ്ത്രീ കഥാപാത്രം ആ ഒരു കഥാസന്ദർഭങ്ങളിൽ വരുന്നില്ല? നമ്മൾ മാവേലി തമ്പുരാന്റെ ഫാമിലിയെ കുറിച്ച് മാവേലി തമ്പുരാന്റെ ഒരു വൈഫ് ഉള്ളതായിട്ടൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഓണത്തിന്റെ പുലികളിയാണേലും മറ്റു ആഘോഷങ്ങളാണേലും ഒക്കെ കൂടുതലും ആണുങ്ങളുടെ ആണ്. അങ്ങനെ ഒരു ഏരിയയിലുണ്ട്. സ്ത്രീകൾ ആ സമയത്ത് ചിലപ്പം ഈ സദ്യ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞില്ല, സദ്യ ഉണ്ടാക്കാനൊക്കെ കയറി പോകുന്നതുകൊണ്ടായിരിക്കും അവര് അങ്ങനെ. അല്ല, മാവേലിക്ക് അങ്ങനെ വൈഫ് ഉണ്ടായിരുന്നു. മാവേലിക്ക് എനിക്കൊന്ന് വിന്ധ്യാവല്ലി എന്നെങ്ങാണ്ടാണ് പേര്. എനിക്ക് കൺഫേം അല്ല, നിങ്ങൾ വേണേ ഗൂഗിൾ ചെയ്ത് നോക്കിയോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ചില മേഖലകൾ അങ്ങനെയാണ്. അല്ലേ? അല്ല, രാജാവൊക്കെ ഒരെണ്ണം മതിയല്ലേ? അന്ന് അത്രേ ഉള്ളൂ. എന്തുപറ്റി? അല്ല, പുള്ളി സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടാവേ. പുള്ളി വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന് കേട്ടിട്ടുള്ളത്. മാത്രമല്ല, അതിപ്പോ നമ്മുടെ ഈ ചിരിയുടെ മേഖല എടുത്താലും നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ കണ്ടസ്റ്റൻസ് കൂടുതലും ആണുങ്ങളാണ്, കൂടുതൽ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു മിമിക്രിയുടെ മേഖലയിലൊക്കെ തുടക്കം തൊട്ട് കൂടുതലും ഉണ്ടായിരുന്നത് ആണുങ്ങൾ തന്നെയായിരുന്നു. അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മിമിക്രിയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോഴത്തെ പോലെ ഒരു ഷോ ഉണ്ടെങ്കിൽ സ്റ്റേജിന് മുന്നിൽ 10 കാറല്ല വന്നുകൊണ്ടിരുന്നത്. ഒരു വണ്ടിക്ക് പോകണം. ചിലപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ബസ്സിനൊക്കെ കയറി ഉത്സവപ്പറമ്പിൽ എത്തും. ഷോ കഴിഞ്ഞാൽ അവിടുന്ന് രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ
അവനവന്റെ ഉത്തരവാദിത്തത്തിൽ ബസ് കയറി വരണം, ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ മിമിക്രി എന്ന് പറയുന്ന ഒരു കല വളർന്നു വന്നത് അത്തരത്തിലുള്ള ഒരു ഏരിയയിലൂടെയാണ്. അപ്പൊ ആ സമയത്ത് ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയൊരു എക്സൈറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദർശിക്കാൻ കൂടി ഒരു KCBC, അത് കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ അവിടുത്തെ ഹെഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നാദർശക്ക് എന്നെ അറിയുമെന്ന് ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ സഹോദരന്റെ വയറാണ് മാവേലിയായിട്ട് ഉപയോഗിച്ചിരുന്നത് നാദർശ വർഷങ്ങളായിട്ട്. ബിഷപ്പ് കോൺഫറൻസിന്റെ സെക്രട്ടറിയുടെ സഹോദരൻ, അതിൽ തന്നെ ഒരു മതൈക്യം നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ല, അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, ആ ഒരു അദ്ദേഹത്തിന്റെ സഹോദരനെയാണ് മാവേലിയുടെ ശരീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. തല ഉപയോഗിച്ചിരുന്നത് ഇന്നസെന്റേട്ടന്റെ ശബ്ദം ഉപയോഗിച്ചിരുന്നോണ്ടിരുന്നു എന്ന് പറയുന്ന പോലെ ഇന്നസെന്റേട്ടന്റെ തലയും അദ്ദേഹത്തിന്റെ ബോഡിയായിരുന്നു കാസറ്റിന്റെ കവറുകളാണ് വെച്ചോണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാരണം കൊണ്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സെക്യൂരിറ്റി പ്രശ്നം കൊണ്ടായിരിക്കും ഇന്നും രാത്രി എങ്ങനെ നമുക്ക് ഇറങ്ങിയിടക്കാവുന്ന ഒരു പൊതുബോധമോ സാമൂഹിക ചുറ്റുപാടോ ഒന്നും നമുക്കില്ല എന്നുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് പെൺകുട്ടികൾ പൊതുവെ ഈ മിമിക്രിയിലോട്ട് വന്നത് കുറവായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പിന്നീട് വളരെ ശക്തമായിട്ട് ചിലർ മിമിക്രി രംഗത്തേക്ക് ലേഡീസ് വന്നിട്ടുണ്ട്, ഇല്ലേ രമേശ്? ഹ്യൂമന്റെ രംഗത്തേക്ക് കുറച്ച് സ്ത്രീ രത്നങ്ങള് വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവരുമായിട്ട് ആഘോഷിക്കാൻ പോവാണ്. അതായത് ഈ കലാകാരി ഒരു അസാധ്യ ഡാൻസറാണ്, ഒരു അടിപൊളി അഭിനേത്രിയാണ്, ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇതിലൊക്കെ ഉപരി നല്ലൊരു ഹാസ്യ കലാകാരിയാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ദേവി ചന്ദന. വെൽക്കം. എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നോ? വെരി ഹാപ്പി ടു സീ യു. ദേവി ക്ലാസിക്കൽ ഡാൻസ് വളരെ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളതും ക്ലാസിക്കൽ ഡാൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്, റാങ്ക് ഹോൾഡറാണ്. അവിടെ നിന്നും കോമഡിയിലോട്ട് വന്നിട്ടുള്ള ഒരാളാണ് അല്ലേ? ദേവിക്ക് ഒരു പേടി തോന്നിയില്ലേ ദേവി കോമഡിയിലോട്ട് വരാൻ ആ സമയത്തൊക്കെ? എനിക്ക് തോന്നിയില്ലായിരുന്നു, വിളിച്ചവർക്ക് തോന്നിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരാണ് ആദ്യം വിളിച്ചേ? ആ സാഹസം കാണിച്ചത് KS പ്രസാദാണ്. അല്ല, ശരിക്കും ഡാൻസിലൊക്കെ ഭാരതാംബയായിട്ടൊക്കെ നിൽക്കേണ്ട ഒരാളാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ കിടന്ന അലരയാണ്. എങ്ങനെ ജീവിക്കേണ്ട ആളാ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പിഷു, കാരണം എന്നോട് ഒരുപാട് പേര് ആക്ഷേപിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഡാൻസർ ആയിട്ടിരിക്കുന്നു, കലാതിൽ വന്നു, ആ സിനിമയിൽ ചെയ്തിരുന്ന സമയത്ത് മിമിക്രിയുടെ ഇടയ്ക്കൊക്കെ പക്ഷെ ഇന്ന് വളരെ പ്രൗഡായിട്ട് ഞാൻ പറയുന്നു, ഇത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റിയതും ഇത്രയും ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാൻ പറ്റിയതും ആ ആർട്ടിസ്റ്റുകളിലൂടെ നമുക്കും വളരാൻ സാധിച്ചതും മിമിക്രി കൊണ്ട് മാത്രമാണ്. ദേവി വരുന്നതിന് മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്ത വിഷയം എന്ന് പറയുന്നത്, ഡയാന പറഞ്ഞു ഇവിടെ കോമഡി മേഖലയിൽ അല്ലെങ്കിൽ ഓണത്തിനാവശ്യം പെണ്ണുങ്ങൾക്ക് ഇച്ചിരി പ്രാധാന്യം കുറവുണ്ട് എന്നൊരു വനിത ഇവിടെ പറഞ്ഞു. അതെന്താന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കോമഡിയിൽ മാത്രമല്ല, ഇപ്പൊ കഥകളിയിൽ എടുത്താലും മറ്റേ ഡാൻസിൽ കുച്ചിപ്പുടിയിൽ എടുത്താലും ഭരതനാട്യത്തിൽ എടുത്താലും ഡാൻസ് ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേഷങ്ങളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന പുരുഷന്മാരാണ്. ഞങ്ങളെ വിളിക്കണ്ടേ? വിളിച്ചാൽ ഞങ്ങൾ വരുന്നേ. എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും ഒക്കെ മുമ്പേ തെസ്മി ചേച്ചിയൊക്കെ ഒരുപാട് കലാഭവനിലൂടെ ഒക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. കൽപ്പന ചേച്ചി അവരൊക്കെ സ്റ്റേജ് ഷോ ചെയ്യുന്നു, സുകുമാരി അമ്മ അവരൊക്കെ സ്പോട്ടിൽ പാട്ട് പാടണോ, ഡാൻസ് കളിക്കണോ, സ്കിറ്റ് കളിക്കണോ. അപ്പൊ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പ്രചോദനമായിരുന്നു. അങ്ങനെ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പം ചാൻസിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ആ പ്രസാദേട്ടന്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തു നിന്ന, പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണു അടച്ചു. ഇപ്പൊ എല്ലാം ചെയ്യും, ഡാൻസ് കളിക്കും, കുച്ചിപ്പുടി ഉണ്ടായിരിക്കും, പക്ഷെ വീട്ടിൽ കഞ്ഞി വെക്കൂല. അതില്ല, അല്ല കഞ്ഞി വെക്കണമെങ്കിൽ ഇതിനൊക്കെ പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സെൽഫ് മെയ്ഡ് ആണ് അല്ലേ? അല്ല, അത് മാത്രമല്ല ടിൻചേട്ടാ, നമ്മളിപ്പോ ഏതൊരു സിനിമാ നടന്റെ പെയറായിട്ട് എടുത്ത് നോക്കിയാലും ഒരു ചെറിയ ഇപ്പം ഡ്യൂപ്പുകളൊക്കെ വരുമല്ലോ, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും പെണ്ണുങ്ങൾക്ക് വരെ ആണുങ്ങൾ തന്നെയാണ് വേഷം മാറി വരുന്നത്. അപ്പൊ നമുക്കൊരു അവസരം കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്കും വരാൻ പറ്റത്തുള്ളൂ. ഏതെടുത്താലും ആണുങ്ങൾ പെൺവേഷം കെട്ടുക, അതങ്ങനെ ശരിയാവുന്നേ? നിർത്തടി. ഈ ആണുങ്ങൾ പെൺവേഷം കെട്ടണോണ്ട് ആർക്കാ അത്ര ബുദ്ധിമുട്ട്? നല്ല പരിചയമുള്ള ശബ്ദം. എനിക്കും. ആർക്കാ ബുദ്ധിമുട്ട്? അല്ല, ബുദ്ധിമുട്ടല്ല, പിന്നെ ഇതാ നമുക്ക് ഈ കഞ്ഞിയില് പാറ്റിടണ പോലെ ആയിപ്പോവില്ലേ അത്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ മഞ്ജുവാരി ആൺവേഷം കെട്ടിയിട്ടില്ലേ? ആ ഉണ്ട്. അപ്പൊ അതിന് കുഴപ്പമില്ല.
ആനി ആൺവേഷം കെട്ടിയിട്ടില്ലേ? ഇതൊക്കെ ഒരു സിനിമയിലല്ലേ? ആ അത് പോയിട്ടെ, ഇവിടെ ഈ പെണ്ണുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ എത്ര പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടി കളിക്കണേ? അത് പോയപ്പോട്ടെ, അതിന് കുഴപ്പമില്ല. അപ്പൊ അത് പറയണം. നിങ്ങൾ ഈ ആമിന താത്ത, നിങ്ങൾ ഇത്ര ഈ പ്രായത്തിൽ താത്ത ചെയ്തത്ര റെക്കോർഡുകൾ, താത്തയുടെ എത്ര ഓഡിയോ കാസറ്റുകൾ, ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കടാ. ഇത്ര റെക്കോർഡ് ആർക്കെങ്കിലും ഉണ്ടോ? അല്ലേ? ഇല്ല. ഞാൻ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കിയേക്കണ താത്തയാണെന്നറിയാലോ. താത്തയാണ്. ലോകം മുഴുവൻ നടന്ന് പരദൂഷണം പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഓഡിയോ കാസറ്റ് വിൽക്കണമെങ്കിൽ അതിനകത്ത് കാസറ്റിന്റെ കവർ ഞങ്ങളുടെ താത്ത ഇല്ലാണ്ട് വിൽക്കാത്ത പരിപാടിയില്ലായിരുന്നു, അല്ലേ? ടിൻടോങ് അങ്ങനെയൊക്കെ പറയരുത്. കാരണം ഇതെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ കള്ളന്മാർ എന്റെ വീട്ടിലേക്ക് വരും. വീട്ടിലാണെങ്കിൽ ഇവിടെ അരി മേടിക്കാൻ കാശില്ല എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാൻ പാടില്ലല്ലോ. അല്ല, ഭർത്താവിന് ഇത്രയും ബഹുമാനിക്കുന്ന ഒരു താത്ത. അല്ല, കെട്ടിയോൻ അറിഞ്ഞില്ലേ? എന്താ? കെട്ടിയോനകത്തായി. എന്ത് പറ്റി? മൂട്ടിൽ മരമുറി കേസിൽ ഉള്ളി അകത്ത് പോയി. അതറിഞ്ഞില്ല? ആ, ഈ മരമുറി കേസിന്റെ സംഭവം നടക്കുന്ന അന്വേഷണം നടക്കുന്ന സമയത്ത് നമുക്ക് കന്നാലി ഉണ്ടല്ലോ, അതിനെ തീറ്റിക്കാനായിട്ട് പുള്ളി റോഡിന്റെ സൈഡിൽ പോയതാ. അപ്പൊ ഇതിനെ കെട്ടാനായിട്ട് നോക്കിയപ്പോ കുറ്റിയില്ല. അപ്പൊ അവിടെ നിന്ന് വെച്ചാൽ മരത്തിന്റെ മൂട്ടിൽ നിന്ന് ഒരു മരം വെട്ടിയെടുത്തിട്ട് കുറ്റി അടിച്ച് ആ പശുവിനെ അവിടെ കെട്ടി. പോലീസുകാർ വന്നിട്ട് ആരാ എവിടെ നിന്നാ മരം മുറിച്ചെന്ന് ചോദിച്ചോ. മൂട്ടിന്നാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പിടിച്ചിട്ട് പോയി. മകനൊരുത്തൻ ഗൾഫിൽ പോയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? ഇല്ല. അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്ക് തീറ്റ കൊടുക്കണില്ലാന്നേ. രാവിലെ ഒരു കൂടി കപ്പലിന്റെ കൊടുക്കും, ഉച്ചക്ക് 2 ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ആവുമ്പോ പിന്നെ ഒരു ബണ്ണിന്റെ കഷ്ണം കൊണ്ടു കൊടുക്കും. അയ്യോ, അതെന്താ? തീറ്റ കൊടുക്കണ്ട, പുള്ളീനെ ഒരു കുരങ്ങിന്റെ വിസയില അവിടുന്ന് കയറ്റി വിട്ടെ. അതാണോ മ്യൂസിയത്തിൽ നിന്ന് ചാടിപ്പോയെന്ന് പറഞ്ഞത്? അത് മോളുടെ ബന്ധക്കാരെങ്കിലും ആയിരിക്കും. ഭയങ്കര, എന്റെ ബന്ധുക്കളൊക്കെ നല്ല പരിചയത്തേക്ക്. അല്ല, വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അല്ല, മോക്കെ ഈ ചന്ദനത്തിരിയുടെ ബിസിനസ് ഒക്കെ നിർത്തിയാ? അതെന്താ? ദേവി ചന്ദനത്തിരി എന്നല്ലേ പേര്? അല്ല, വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ. അല്ല, പുള്ളിക്കാരത്തേക്ക് പണ്ടൊരു അക്കടി പറ്റിയ കഥയാണ് ഞാനിവിടെ പറയാൻ പോണേ. ഈ അമേരിക്കയിൽ വെച്ച് പ്രോഗ്രാമിന്, അന്ന് ഈ പ്രോഗ്രാമിന് ദേവി ചന്ദനം ഞങ്ങളെ കൂടി പരിപാടിക്ക് പോയി. അപ്പൊ ഈ സ്റ്റേജിൽ വെച്ച് ഈ ഇങ്ങനത്തെ മൈക്കിട്ടല്ല മോനെ, ബാറ്ററി ഇട്ടിട്ട് കേബിളില്ലാത്ത മൈക്കാറില്ല. അപ്പൊ ഇത് വെച്ചിട്ട് അനൗൺസർ പറഞ്ഞിങ്ങനെ, ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിലെ ഒരുപാട് കോമഡി സീരിയലുകളിൽ അഭിനയിക്കുന്ന, അതുപോലെ അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന മറ്റാൾ ദേവി ചന്ദന എന്ന് പറയും. അപ്പൊ ദേവി ചന്ദന കയറി വരും. ദേവി ചന്ദന എന്ന് പറയുമ്പോഴേക്ക് ഈ മൈക്കിന്റെ ബാറ്ററിയാണ് പോയി. ദേവി ചന്ദ എന്ന് കേട്ടത്. അപ്പൊ ദേവി ചന്ദ്രൻ ഇങ്ങനെ വരെയായിരുന്നു. ഇപ്പൊ ദേവി ചന്ദ എന്ന് പറയുന്നോട്ടാ. ദേവി ചന്ദ്രൻ ഇങ്ങനെ വരെയായിരുന്നു. അല്ല, അതല്ലേ കഥകളി കൂടിയാട്ടം എല്ലാം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പ എക്സ്പ്രഷൻ ഇടും. വേറൊരു കാര്യമുണ്ട്, ഇതുപോലെയൊക്കെ നമുക്കും ചെയ്യാൻ പറ്റത്തില്ലേ? ഇതെന്ന് പറഞ്ഞ ഡയലോഗ്. പടച്ചരബില്ലാലമീനായ തമ്പുരാനെ, പടച്ചരബില്ലായ തമ്പുരാനെ. നീ നിന്റെ സൗണ്ടിലൊന്ന് പറഞ്ഞേ. പടച്ചരബില്ലായ തമ്പുരാനെ, പടച്ചരബില്ലാലമീനായ തമ്പുരാനെ നമ്മൾ പറഞ്ഞില്ലേ? സൗണ്ട് അങ്ങനെ കൊടുക്കാം. ആണുങ്ങളുടെ സൗണ്ട് പെണ്ണുങ്ങൾക്ക് കൊടുക്കാം, പെണ്ണുങ്ങളുടെ സൗണ്ട്. അല്ല, മോള് കാശൊക്കെ മേടിക്കുന്ന ആളല്ലേ, വെറുതെ ഇങ്ങനെ കുത്തി നിന്നിട്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ പറ. പുതിയ പാട്ട് എന്തൊക്കെയാ? പുതിയ പാട്ടുണ്ട്, അതിനുള്ള മ്യൂസിക് കൂടി ഉണ്ടെങ്കിലല്ലേ പാടാൻ. എത്ര താത്തക്ക് എന്ത് മ്യൂസിക് വേണം ഞങ്ങൾ തരും. ആണാ മോനെ? ഈ കാക്കാനെ ഈ പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ, മാസ്ക് വെക്കാത്തോണ്ട്. ആ മാസ്ക് വെക്കാത്തന്നെ പോലീസ് പിടിച്ചു നമ്മള് പാട്ടായിട്ട് എഴുതിയില്ലേ? ആണോ? പിന്നല്ലാണ്ട് ഏതാ അത്? ഈ മറ്റേ നമ്മുടെ പയ്യ ഒരു പാട്ടുണ്ടല്ലോ, ഈ കസ്തൂരി തൈലമിട്ട് മൂടി, അതിന്റെ പാട്ടുണ്ടെങ്കിലേ പാടാൻ പറ്റുള്ളൂ. അത് വായിക്കാലോ. അവിടെ ആ ചെറുക്കന്മാരില്ല മൂലഗിരിയിൽ കണ്ണാടിയൊക്കെ വെച്ചേ, അവന്മാര് വായിക്കാൻ കൊണ്ടിരുത്തിയേക്കണതാ. ഇവനെയൊക്കെ നമുക്ക് അറിയാവുന്ന. പിന്നെ ഇപ്പൊ ഈ പണി നടന്നല്ലേ? ആയിക്കോട്ടെ, മോൻ പാടിക്കാവാനെ. അല്ല, ഞാനാ പാടണേ, നിങ്ങൾ മ്യൂസിക് ഇട്ട്. റെഡി, 1 2 3. മാസ്കൂരി കൈത്തിലിട്ട് പുറത്തിറങ്ങി, കയ്യോടെ പോലീസ് പൊക്കി ഫൈൻ കൊടുത്തു. കയ്യിൽ 500 രൂപയുടെ ചീട്ട് കൊടുത്തു. പുന്നാരപ്പാദങ്ങള് ഇക്കമൊഴിഞ്ഞു, ചെവിക്കല്ലിൽ മൊത്തമിട്ടു പോലീസുകാരൻ. കയ്യിൽ സൽമാന്റെ മാസിലുള്ള പോലീസുകാരൻ. മാസ്കൂരി കൈത്തിലിട്ട് പുറത്തിറങ്ങി, കയ്യോടെ പോലീസ് പൊക്കി ഫൈൻ കൊടുത്തു. കയ്യിൽ 500 രൂപയുടെ ചീട്ട് കൊടുത്തു.
വെടിവെപ്പാണ്. ഇടിമൊത്തം വാങ്ങിച്ച് നീര് വന്ന് വീർത്തിട്ട് എണ്ണ തേച്ച് പുഴുങ്ങിയിട്ട് എന്ത് കാര്യം? ഇടിമൊത്തം വാങ്ങിയിട്ട് നീര് വന്ന് വീർത്തിട്ട് എണ്ണ തേച്ച് പുഴുങ്ങിയിട്ട് എന്ത് കാര്യം? മാസ്കൂരി പറമ്പിലിട്ട് പുറത്തിറങ്ങി കയ്യോടെ പോലീസ് പൊക്കി ഫൈൻ കൊടുത്തു. കയ്യിൽ 500 രൂപയുടെ ചീട്ടു കൊടുത്തു. പുന്നാറ ചുരുളി കളിക്കമൊഴിഞ്ഞു. ചെവിക്കല്ലിൽ മൊത്തമിട്ടു പോലീസുകാരൻ. കയ്യിൽ തിരിയുടെ മാസിലുള്ള പോലീസുകാരൻ. അല്ല താത്ത എന്നിട്ട് ഇക്ക ഇപ്പൊ മാസ്ക് വെക്കുന്നുണ്ടോ? ഇപ്പൊ മാസ്ക് വെച്ചിട്ട് നടക്കണേ. ആണല്ലേ? അതിന് കാരണമുണ്ട് മോനെ. പുള്ളിക്ക് ഒരു ദിവസം പോലീസുകാരൻ 1500 രൂപ പേ കൊടുത്തു. 1500 രൂപ മാസ്ക് വെക്കാത്തതിന്. സാധാരണ മാസ്ക് വെക്കാത്തതിന് എത്ര ആശ? 500 രൂപ. ആ പുള്ളി മാസ്ക് വെക്കാണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ പോലീസ് വണ്ടി ഇവിടുന്ന് ചവിട്ടി എടുത്തിട്ട് മാസ്ക് അവറാന്ന് ചോദിച്ചു. അപ്പഴാ പുള്ളി ഓർത്ത മാസ്ക് വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പൊ തന്നെ മുണ്ട് നോക്കി മാസ്ക് പോലെ പിടിച്ചു. മാസ്ക് വെക്കാത്തതിന് 500 രൂപ, പോലീസിന്റെ മുണ്ട് നോക്കി കാണിച്ചതിന് ബാക്കി 500 രൂപ. അപ്പോഴെത്രയായി? 1000 ആയി. ബാക്കി 500 ആ അതെന്താന്ന് ചോദിച്ചില്ലല്ലോ. പുള്ളി അന്ന് കഷ്ടകാലത്തിന് ടെർന്ന് കറുത്താൻ ഡ്രൈവറായിരുന്നു. പോലീസിനെ കരിങ്കൊടി അടിച്ചെന്ന് പറഞ്ഞ ബാക്കി 500 രൂപ. അന്ന് മുതല് പുള്ളി മാസ്ക് എന്ന് പറഞ്ഞ സാധനം മുഖത്തൊന്നും മാറ്റിയിട്ടില്ല. അല്ല കറുത്തതാണെങ്കിൽ ഇട്ടിട്ടുണ്ടല്ലോ, പണ്ട് അങ്ങനെ അല്ലായിരുന്നേ. പണ്ട് പുള്ളി സ്വതന്ത്രനായിരുന്നു. അതെ അതെ അതെ. ഈ പോക്കാണെങ്കിൽ ഇത്തവണ നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂല. നമുക്ക് ശക്തിക്ക് ഒരാളെ കൂടി വിളിച്ചേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഈ പുലികളിയെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പുലിയെ തന്നെ നമ്മൾ ഇറക്കാൻ പോവാ. അല്ല നടക്കില്ല, ഒറ്റയ്ക്ക് പിടിച്ചേക്കാൻ പറ്റണ്ടേ? പിടിച്ചേക്കാൻ പറ്റത്തില്ല. താത്തായോട് പിടിച്ചേക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതെന്താണെന്നറിയോ? ഈ ആൺപുലി പെൺവേഷം കെട്ടിയതാണോ എന്ന് അറിയാൻ പാടില്ലല്ലോ. ഒറിജിനൽ പെൺപുലിയാണ്. പെൺപുലിയാണ്. ആണോ? എന്നാ പെൺ പൂച്ചാവായിരുന്നാ മതിയാ. ഇല്ല ഇപ്പൊ കണ്ടോ, ഞങ്ങളിപ്പോ ഇറക്കും കണ്ടോ. ആ ഇറക്കട്ടെ. അപ്പൊ നമ്മളിത് ഇറക്കാൻ പോവാണ്. താത്ത നിങ്ങൾ സൂക്ഷിച്ചു, നിങ്ങൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും. ഓക്കെ, മലയാളത്തിന്റെ സ്വന്തം ഖാൻ, ലെറ്റ്സ് വെൽക്കം തസ്നി ഖാൻ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ധാരാ കാപ്പി വേണോന്ന് പറഞ്ഞ് ഇവിടുന്ന് എവിടെ കാപ്പി ഇട്ടാൻ അവരെ ചായ മേടിച്ചു തരാം. ഇറങ്ങി ഇറങ്ങിട്ടേ ഉള്ളൂ. നമുക്ക് ഇതാരാന്ന് മനസ്സിലായ? ഇവിടെ സൽമാൻ ഖാന്റെ ഒളിച്ചോടി പോയ അമ്മായിയുടെ മോളാ. തസ്നീത നമസ്കാരം. ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. ഇവര് പറയുന്നത് മിമിക്രിയിലുള്ള എല്ലാ പെൺവേഷങ്ങളും പെണ്ണുങ്ങൾ തന്നെ ചെയ്യണമെന്നാണ്. ഞങ്ങൾ പറയുന്നു ആണുങ്ങള് പെൺവേഷം കെട്ടുന്ന കാലം അങ്ങനെ ആയിരുന്നു, അന്ന് വേറെ ആരും ചെയ്യാനില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടോ? ഇവർക്കൊക്കെ മുമ്പ് സധൈര്യം ഈ മേഖലയിലോട്ട് വന്നിട്ടുള്ള ഒരാളാണ് തസ്നീത. ആ വരവിന്റെ കഥയൊന്നും ധൈര്യമല്ലായിരുന്നു അത്. അത് എന്താ പറയാ, അക്കിടി പറ്റി വരാന്നൊക്കെ പറയാം. ധൈര്യം ഒട്ടുമില്ലാത്ത ഒരാളാ ഇപ്പോഴും എനിക്ക്, സത്യം പറയാലോ. അന്ന് കലാഭവനിൽ വെച്ചിട്ട് ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു മിമിക്രി കാസറ്റ് ഇറങ്ങിയിരുന്നു പണ്ട്. നമ്മുടെ കലാഭവൻ റഹ്മാൻ ക. അന്ന് ഞാൻ കലാഭവനിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പെണ്ണുങ്ങൾ ആരും ഇല്ല, ഈ എന്താണ് ഇവരെ കൂടെ അമ്മയാവാനോ കാമുകിയാവാനോ ആരും ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ച്, തെസ്നി എന്നാ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, തെസ്നിയും കൂടി കൂട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെന്നപ്പോ മിമിക്രി കാണിക്കാനല്ല, ഇവരെ കൂടെ എന്താ പറയാ അമ്മയായിട്ടും പാട്ട് സീനിലും ഒക്കെ അങ്ങനെ വന്നു പിന്നെ ഓരോ കാസറ്റിലും ഞാൻ തന്നെ വന്നു. അപ്പൊ ആരും വേറെ ഇറങ്ങുന്നില്ല. ഞാനാലോചിച്ച് ഇത് ആരും ഇല്ലേ മിമിക്രി. പിന്നെ കൽപ്പന ചേച്ചി അപ്പൊ കത്തി നിൽക്കുന്ന സമയാട്ടോ സിനിമയില്. പക്ഷെ ഈ ഒരു മേഖലയിൽ ആരും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് വരുന്ന ലാലേട്ടന്റെ സ്റ്റൈലില് പ്രസീത മേനോൻ. പ്രസീത ഇങ്ങനെ വന്ന് ലാലേട്ടനൊക്കെ അപ്പൊ മിമിക്രി ആയിട്ടാണ് പ്രസീത വന്നത്. പ്രസീത വന്നിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നുണ്ട് ചക്ക നമ്മുടെ എല്ലാം സുബി വരുന്നത്. സുബി വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചാനൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ദേ വരുന്ന പ്രസാദേട്ടൻ്റെ കൂടെ ദേവി വരുന്നു. അങ്ങനെ ഓരോരുത്തരും വന്നപ്പോ പിന്നെ നമ്മളൊക്കെ കൂടെ ഒരു ഗ്യാങ് ആയിട്ട് മാറുക ചെയ്തത്. എന്തായാലും റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, ആ ഉടുപ്പ് എനിക്കൊന്ന് തരണം ഇന്നത്തെ ഓണാഘോഷത്തിന് ഷാമിയാന കെട്ടാൻ വേണ്ടിട്ടാ. അതില് ഏറ്റവും നല്ലൊരു കൗണ്ടർ പറഞ്ഞത്, ഞങ്ങൾ വന്ന് കയറിയ ഉടനെ രമേശ് പറഞ്ഞു എല്ലാരും ഓണത്തിനാണ്, പക്ഷെ കാശ്മീരിൽ നിന്ന് മാത്രം ഒരാള് ഹൗസ് ബോട്ടിൽ റോസാപ്പൂ വെക്കാൻ പോകുന്ന ആൾക്കാരുടെ ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഓണത്തിന് വന്ന് നിൽക്കുന്നത്. എല്ലായിടത്തും
ഓണത്തിന്റെ ഡ്രസ് തന്നെയല്ലേ ഇടുന്നത്. അപ്പൊ നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ അല്ല തെസ്സി തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കണ്ടില്ല, താത്തേനെ കണ്ടില്ല കോഴിക്കോട്ട്. നിങ്ങൾ പണ്ട് നമ്മളെ കോഴിക്കോട്ടൊക്കെ അങ്ങനെയാണ് മോനെ. ഓണായാലും നമ്മൾ ഇതുപോലത്തെ താത്തനെ ഇടക്കിടക്ക് കാണുന്നതാണ്. താത്ത ഭയങ്കര നല്ല സ്നേഹമുള്ളതാണ്. താത്ത എപ്പോഴും താത്തന്റെ കാക്കയായിട്ട് തെറ്റിയിട്ടാണ് ഇവിടെ നിൽക്കാറ്. നമ്മളെ ഇപ്പൊ എന്താ നിങ്ങൾ കൂട്ടുകാരായോ? ഇല്ല നമ്മള് കുഴപ്പമൊന്നുമില്ല. നമ്മള് പഴയ കൂട്ടുകാരല്ലേ. അല്ല തെസ്സി താത്തക്ക് എന്തെങ്കിലും ഒരു മന്ത്രവാദം കാണിച്ചു കൊടുക്കാം. മന്ത്രവാദം ഇപ്പൊ ഓണല്ലേ നമുക്ക്. ഞാൻ പിടിച്ചുതരാം. ഓണമായിട്ട് മന്ത്രപണി ഞാൻ ചൊല്ലി ഇപ്പൊ തരാം. മാജിക് എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കരുതിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അന്തരീക്ഷത്തുനിന്ന് മുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലേ? അപ്പൊ ഞാനിങ്ങനെ 1 2 3 4 എന്ന് പറയുമ്പോൾ നിങ്ങളല്ലേ ഹാപ്പി ഓണം എന്ന് പറയണം. 1 2 3 പൂ തന്നെ വന്ന് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള പൂ കൊണ്ടുവന്നിട്ടുണ്ട്. പൂ തന്നെയാണ് ഓട്ടുന്നത്. അതെ പൂവാണ് മുല്ലപ്പൂ. തമിഴ്നാട്ടുകാരെ വെടിവെച്ച് വന്ന് കളയും. പൂക്കച്ചവടം നിന്ന് പോകും. മാർക്കറ്റിലെ കൊണ്ടൊരു ഹാപ്പി ഓണം എന്ന് പറയുമ്പോ പൂവാണ് പിന്നെ കഴിഞ്ഞാൽ ആൾക്കാർ ഓടിച്ചിട്ട് വന്ന് കളയില്ലേ. ഇത് ചുരുങ്ങിയ പുള്ളിയൊന്നുമല്ല. ഈ മറൈൻ ഡ്രൈവിൽ കൂടെ കണ്ണ് കെട്ടിയിട്ട് സ്കൂട്ടർ ഓടിച്ച ആളാണ്. അത് എത്ര നാൾ മുമ്പാണ്? അത് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് മാജിക് കൺവെൻഷൻ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ. അപ്പൊ അതില് പിന്നെ കല്ലൂര് ബസ് സ്റ്റാൻഡ് മുതൽ ഡെർബഹോൾ ഗ്രൗണ്ട് വരെ കണ്ണുകെട്ടി. എന്റെ കൂടെ 2 മജീഷ്യന്മാരും ഉണ്ടായിരുന്നു. 2 മജീഷ്യന്മാർ അപ്പുറം ഉണ്ടാവും ബൈക്കിനകത്ത്. ഇവ നടുക്ക് എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ ലെഫ്റ്റ്, ഇങ്ങോട്ട് പോകുമ്പോ റൈറ്റ്. അല്ല എന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്റെ ബോധം പോയതാ. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അല്ല പക്ഷേ ടിനീനെ അങ്ങനെ ചെയ്തപ്പോ എല്ലാരും സംശയിച്ചു. ടിനിയുടെ എന്തോ അതുകൊണ്ടല്ല ടിനിച്ചേട്ടൻ ഈ ഹിപ്നോട്ടിസ് എന്നുള്ള വാക്ക് ഇപ്പോഴാ പറഞ്ഞത്. പലയിടത്തും ചെന്ന് പറഞ്ഞത് തെസ്നി എന്നെ മയക്കി എന്നാണ് പറഞ്ഞത്. അതാണ് ഇച്ചിരി അങ്ങനെ പ്രശ്നമായി പോയത്. നമുക്ക് വേണമെങ്കിൽ ഇന്നൊന്ന് മയക്കി നോക്കാം. ഒരുപാട് പെണ്ണുങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ. അല്ല ഇപ്പൊ മനസ്സിലായില്ലേ, ഞങ്ങളുടെ കൂട്ടത്തിലും പുലികൾ മാത്രല്ല പുപ്പുലികളും ഉണ്ട്. അങ്ങനെ മാജിക്കൊന്നും ഇവിടെ കാണിക്കാൻ പറ്റൂല. അല്ലല്ല ഇവിടെ വിളിച്ചു വരുത്തിയേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോമഡിയുടെ പരിപാടി അല്ലാണ്ട് മാജിക്കിന്റെ പരിപാടി. അത് അങ്ങനെ പറഞ്ഞായിരുന്നില്ല. പിഷാരടി പറഞ്ഞ എന്താ ഇവിടെ വരുമ്പോ നമ്മള് കൊറേ തമാശ പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ. മാജിക്ക് തമാശയല്ല, മാജിക്ക് തമാശയാണ്. തമാശയിൽ കൂടെ മാജിക് ചെയ്യാം. അതെ തമാശയിലൂടെ മാജിക്ക് മാത്രല്ലേ എല്ലാം കാണിക്കാൻ പറ്റും. അത് ശരി. കയ്യൂക്കൊണ്ട് കാര്യം നേടാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പക്ഷത്ത് ഒരാളെ ഞാൻ വിളിക്കും. അവതാരപ്രതിഭയുടെ രൗദ്രദ്രാവം കൊണ്ട് കംപ്ലീറ്റ് ലോകത്തിലും എല്ലാവരെയും പ്രാഗ് നിശബ്ദനാക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്വന്തം നാണിത്തള്ള. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഇവിടെ ഉണ്ടാ? പിന്നെ അന്ന് തൃശ്ശൂർ അമ്പലത്തിൽ നിന്ന് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയ പിന്നെ ഇപ്പോഴല്ലേ കാണണേ. ഞാൻ ആ വഴി ഓടി. നീ ഏത് വഴി ഓടി? ഞാൻ അവിടുന്ന് ബസ് സ്റ്റാൻഡ് വഴി ഓടി പോനെ. എന്തായാലും അത് കഴിഞ്ഞിട്ട് പരിപാടിയൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ജീവിക്കണേ? സുഖോടി. പക്ഷേ ഭയങ്കര ദുഃഖവുമുണ്ട്. എന്താ? അതായത് എന്റെ മോൻ കല്യാണം കഴിച്ചൊരു കെട്ടിലമ്മനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു 10 രൂപ സമയം മുറുക്കാൻ പായലിട്ടൊന്നും പറഞ്ഞ് തന്നിട്ടില്ല. അല്ല എനിക്ക് അവൻ്റെ ഒട്ടും വേണ്ട. എങ്കിലും തള്ളേന്നുള്ള വിളി നിർത്തിയിട്ട് അവൻ അമ്മയെന്നുള്ള വിളി കേട്ടിട്ട് അവന്റെ കണ്ണടഞ്ഞാൽ മതി എന്നുള്ള ആഗ്രഹക്കാരിക്കാണ്. മക്കൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. വേദാട്ടൊക്കെ പറഞ്ഞു കൂട്ടണ്ടായിരുന്നില്ല ഇവിടെ പെണ്ണുങ്ങൾ ആണുങ്ങളാവണമെന്ന്, ആണുങ്ങൾ പെണ്ണുങ്ങളാവണമെന്ന്. അങ്ങനെയല്ല, ഈ ആണുങ്ങള് പെൺവേഷം കെട്ടുമ്പോ കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഞങ്ങളൊന്നും അങ്ങനെ എന്തിനു വിഷമിക്കരുത്? നിങ്ങൾ ആൺവേഷം കെട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അവരപ്പൊ തന്നെ. അതൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഞങ്ങളെ പോലുള്ള പാവങ്ങള് ഉള്ള വേഷം തന്നെ കിട്ടാണ്ടിരിക്കും. ഞങ്ങളും വലിയ ആൾക്കാരൊന്നും അല്ല, ഞങ്ങള് ജീവിച്ചോ കോട്ടെ മക്കളെ പോലെ. അമ്മ പറഞ്ഞല്ലോ എന്താ പ്രശ്നം? 10 രൂപ ഇല്ലെന്ന് ആരണ്ട് തന്നില്ലെന്നാ. മോനാണ് പ്രശ്നം. മോന്റെ കാര്യം തന്നെയാണ് ഈ പറഞ്ഞു കൂട്ടിയത്. മോനെ ഇങ്ങനെ ആക്കിയതാരാ? എന്റെ പുറയില് പെണ്ണുങ്ങളല്ലേ. അതാണ്. അതായത് ഈ നാണിത്തള്ളയുടെ വീട്ടിൽ കെട്ടിക്കേറി വന്ന പെണ്ണുണ്ടാക്കുന്ന പ്രശ്നമാണ് ഇതെല്ലാം അല്ലേ? അതെ അതെ അതെ. ഒരു സീരിയലുള്ള മക്കളുണ്ടായിരുന്നു എനിക്ക്. അതെ. 2 മക്കളെയും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചങ്ങടെ അയച്ചു. 2 മക്കളെയും കൂടി ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച എന്താ സൈക്കിളാ? അതല്ല, 2 കുടുംബം നശിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. മക്കളെങ്ങനെ ഓണായിട്ട് വീട്ടിൽ വന്നിരുന്നാ? വീട്ടിൽ വന്നിട്ടില്ല, വിളിക്കാറുമില്ല. അല്ല ഒരു വീഡിയോ കോൾ വിളിക്കായിരുന്നില്ലേ? വീഡിയോ കോളാ 150 രൂപ നോക്കിയ ഫോണിൽ നിന്ന് എന്തിട്ട് വീഡിയോ കോളാണ്.
എന്റെ നാണിത്തള്ളേ ആ. നാണിത്തള്ള വന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ നിക്കണമെന്നില്ല. ഭയങ്കര ഈ സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര മനോഹരിയായിട്ട് നിക്കണമെന്നില്ല. അതെനിക്ക് മനസ്സിലാവും കണ്ടാലറിയാം. എന്താണെന്നറിയാമോ എന്നെ അങ്ങോട്ട് മനസ്സ് വിഷമിപ്പിച്ചു കളഞ്ഞേ. ദേ ഞാൻ നെഞ്ചത്ത് കൈവച്ച് എന്തെങ്കിലും പറഞ്ഞാല് അച്ചട്ടായിരിക്കും. ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. ഇഷ്ടം പോലെ ഉദാഹരണം കേൾക്കണോ നിങ്ങൾക്ക്? അതായത് മൂത്ത മോന് പിള്ളേരില്ല, 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ചോണ്ട് പറഞ്ഞു എന്റെ ഒന്നും വരുത്തല്ലേ. ഇതേവരെ വന്നിട്ടില്ല, 10 വർഷമായി പോയിട്ട് ശബരിമലക്ക്. പ്രായത്തില് മൂത്തതാണ് ഞാൻ. കൊറേ കെട്ടിലമ്മമാര് സെറ്റ് സാരി എടുത്ത് ഓണത്തിന് ഇങ്ങനെ ഇറങ്ങും. നിന്നൊക്കെ ഒരു കാലത്തും എന്തായാലും ഒരാളെ കൂടെ ഒരാളെ ഡാൻസറിന് ഡാൻസ്, സ്കിറ്റിന് സ്കിറ്റ്, എന്ത് ചെയ്യാം. സുന്ദരി വിളിക്കട്ടെ, വിളിക്കേ. വെൽക്കം സിനി വർഗീസ്. ചേച്ചിമാർ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. പിന്നെ സുന്ദരിയാന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട്. അവരാൾക്കാര് കൂടെ ഇല്ല, നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ആ പെണ്ണുണ്ട്. എന്തൊക്കെ സിനിയുടെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന കേട്ടാ. സിനി എത്ര കൊല്ലേ കോമഡി സ്കിറ്റുകളിൽ പങ്കെടുക്കാണ്ട്? ഞാൻ വളരെ കുറച്ച് വർഷങ്ങളായിട്ട്. കാരണം സിനി സീരിയലിലായിരുന്നു അഭിനയിച്ചു. സീരിയലിലായിരുന്നു അല്ലേ? സ്കിറ്റുകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്, കോമഡി സീരിയൽസും കുറച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡാൻസറാണ് കേട്ടോ. നന്നായിട്ട് അറിയാം, നന്നായിട്ട് ഡാൻസറും കൂടിയാണ്. അതെ അതെ. ഈ സിനി വർഗീസ് സിനി ആർട്ടിസ്റ്റ് ആവുമെന്ന് ജനിച്ചപ്പോ തന്നെ കാരണന്മാർക്ക് അറിയായിരുന്നു. അതാണ് സിനി നിട്ട്. സിനി വർഗീസ് സിനി ആർട്ടിസ്റ്റ്. മച്ചാമറീസിന്റെ ആരായിട്ട് വരും? ആരുമായിട്ട് വരും? നാണിയമ്മയ്ക്ക് അറിയോ ആളെ? ആളെ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് ടിവിയിലൊക്കെ. കണ്ടിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയതുകൊണ്ട് ശരിക്കും അറിയാൻ പാടില്ല. എല്ലാരും അത്രേ ഉള്ളു. പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെ കോമഡിയിലേക്ക് വരുന്നതിനെ കുറിച്ച് എന്താണ് അമ്മമാരുടെയൊക്കെ അഭിപ്രായം? എനിക്കൊരു താല്പര്യമില്ല അങ്ങനെ വന്നത്. കാരണം നമ്മുടെ കഞ്ഞിലേക്കാണല്ലോ അവര് പാറ്റ വാരിയിരുന്നത്. നാണിയമ്മയുടെ അഭിപ്രായം എങ്ങനെയാണ്? എനിക്കിഷ്ടമല്ല പുതിയ ആൾക്കാർ വരുന്നതിൽ എനിക്കിഷ്ടമല്ല. ദേ എന്തിനു പറയണ? ദേ ഇവിടെ ഒരാൾ ഇതിപ്പുണ്ടല്ല, ഇവള് വന്നതിലും എനിക്ക് ഇഷ്ടമല്ല. നീ ആള് കൊള്ളാല. ഒരു മര്യാദ വേണം. എന്ത് മര്യാദ കാണിച്ച് ഞാനിവിടെ ഈ കുടുംബത്തെ ഞാൻ വർത്താനങ്ങൾ നിങ്ങൾ പറയാൻ നല്ലൊരു ദിവസമുള്ള സമയത്ത് ഒരു ഓണക്കാലം അല്ലേ ഇങ്ങനെ വഴക്കൂടാവോ? എന്ത് പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. ഞങ്ങള് പ്രശ്നത്തിന് പരിഹാരം നമ്മള് നമ്മുടെ കാര്യം നോക്കല്ലേ. ഇതിലും ഭേദം ഞങ്ങളാണിപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കെട്ടാണ് അല്ലേ? ഇപ്പൊ നിങ്ങളെ തമ്മിൽ തൂക്കി നോക്കിയാൽ പോലും ഞങ്ങളുടെ അത്ര തൂക്കത്തിൽ കൂടുതൽ നിൽക്കും. ശരിയാ. പക്ഷേ നിങ്ങൾ തൂക്കി നോക്കിയാൽ 7 ഇലക്കത്ത് പോലും വരാൻ പറ്റാത്ത ഒരാളെ ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പാട്ടിലും ഡാൻസിലും എന്തു വേണ്ട പൊട്ടില് വരെ നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റിയ ഒരാള് ദേ കണ്ടോ. Hi everybody. It's a wonderful time to rock in this time. It's a once upon a time. Oh, what a beautiful ladies and beautiful my crews. Oh my mommy. Oh my amma. How are you? Love you so much. Tala. You're looking so fantastic. Elastic and plastic ചേരലാണോ ഇരിക്കുന്നത്? Love you Vishu. Antini Monu. Ting Tong Monu. Hi Andy. Didi. Long time we met, you know? Yes Didi. It's a wonderful evening to come here in the Once Upon a Time. And once upon a time I want to come here. But this is a time to come to Once Upon a Time. മോൻ പറഞ്ഞതേ മോള് പറഞ്ഞത് ടിനിക്ക് മാത്രം മനസ്സിലായുള്ളൂ. അവന് മാത്രം ഇവിടെ ഇംഗ്ലീഷ് അറിയാമോളൂ. Oh, Anglo-Indian ആണോ? Indian Anglo ആണോ? അതെ തിരിച്ചാണ്. Oh, right. ഇല്ല മോളെ, നീ എപ്പോഴും എന്റെ കേരളം എത്ര ചുന്ദരെന്ന് പറഞ്ഞിട്ടല്ലേ വരാറ്? Now it's not good Kerala. It's a beautiful Kerala now. അതൊക്കെ ശരിയാണ്. പക്ഷെ പാട്ട് പാടിയില്ലെങ്കിൽ ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇവരൊക്കെ പെർഫോം ചെയ്ത് നിൽക്കാം. പാട്ട് പാടും. എന്റെ ജീവൻ തന്നെ പാട്ടാണ്. എന്റെ ജീവൻ തന്നെ പാട്ട്. പാട്ട് തല. ഇത് നാണിത്തള്ള. നാണിത്തള്ള. ലുക്കിംഗ് ലൈക്ക് നാണമുള്ള തള്ള. ലവ് യു. നാണമില്ലാത്ത തള്ളാന്ന്.
Okay, we can go for this song. Yes, please. Come on, everybody. Guys. Hey, everybody. Begum, begum, bogum, duram, magic journey. Bogum, bogum, duram, begum, magic journey. Begum, begum, bogum, duram, magic journey. Bogum, bogum, duram, begum, magic journey. കാലം ഇല്ലയേ വേഗം ഇല്ലയേ പാടപ്പാട് ഇൻപം ഇൻപം പൊങ്കും പൊങ്കും മാജിക് ജേർണി വേഗം വേഗം പോകും ദൂരം മാജിക് ജേർണി പോകും പോകും ദൂരം ദൂരം മാജിക് ജേർണി വേഗം വേഗം പോകും ദൂരം മാജിക് ജേർണി പോകും പോകും ദൂരം വേഗം മാജിക് ജേർണി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് നൗ അങ്ങനെ നമ്മൾ ഈ രണ്ട് കൂട്ടരെയും ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോ രണ്ട് കൂട്ടരെ ഇങ്ങനെ ഓരോ കലാകാരന്മാരും അവരുടെ ശക്തി തെളിയിക്കാനായിട്ട് ഇങ്ങനെ അതെ നമ്മൾ കുറെ നേരമായിട്ട് ഇവരിങ്ങനെ രണ്ടുപേരും ചേരി തിരിഞ്ഞുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. വളരെ വാശിയേറിയ മത്സരമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും ഇരുത്തം വന്ന ആർട്ടിസ്റ്റാ. ഞങ്ങൾ അങ്ങനെ ഇരുത്താന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ ശക്തി കളിക്കാൻ വേറെ ആളെ കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? ആ അത് ഇതുപോലെ വേഷം കെട്ടാണോ? ഇല്ല വേഷമില്ല, വേഷമില്ലാത്ത സാധനം. ഇല്ല, ഡ്രസ്സൊക്കെ ഇല്ല, ഇട്ടോ, പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നീ അങ്ങനെ ചിന്തിക്കണ്ട. എനിക്കൊരു ലഡു എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, വേഷം കെട്ടില്ല. എനിക്ക് കൊണ്ടുവന്നേക്കുന്ന ആൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഒരു ട്രൂലി ഗോഡ് ഗിവൻ ഗിഫ്റ്റ് ഉള്ള അല്ലെ ഒരു കലാകാരനാണ് അദ്ദേഹം. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ല അടിപൊളി കൈയടി കൊടുത്തോണ്ട് വെൽക്കം മാക്സി ചാർലി. സ്വാഗതം. നമ്മള് മാക്സി ചേട്ടനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, വാർത്തകൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്കറിയാവുന്ന ഒരാളാണ്, കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാക്സി ചേട്ടൻ എത്രയോ ആയിരക്കണക്കിന് വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല, അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്രകടനമാണ്. എസ് ജാനകി അമ്മയുടെ ശബ്ദത്തിൽ അദ്ദേഹം മാക്സി ചേട്ടനാണെങ്കിലും ശബ്ദം കൊണ്ട് ഇനി നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഒരു പ്രതിഭയാണ് മാക്സി ചേട്ടൻ. അല്ലേ ചേട്ടാ? അല്ല, മാക്സി എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ മാക്സിമം എന്നുള്ളതാണ്. അതിന്റെ അപ്പുറം ഒരാൾക്കൊരു പിന്നെ മാജിക് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാൻ വേണം. അതുപോലത്തെ ഒരു മാജിക് തൊണ്ടയിൽ നിന്നും ഉള്ളൊരു മാജിക്കാണ്. അതെ, അതായത് ഈ ശബ്ദം മാക്സി ചേട്ടൻ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല, അതങ്ങനെ തന്നെ അല്ലേ? ഒരു ഗോഡ്
മാക്സിച്ചേട്ടൻ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. ദേ, ഈ ഒരു കാര്യത്തിൽ ഞങ്ങള് മാറി തന്നിരിക്കുന്നു, ഞങ്ങൾ തോറ്റു തന്നിരിക്കുന്നു. ഞാൻ മാക്സി ചേട്ടനെ 2 പ്രാവശ്യം പ്രോഗ്രാമിന് ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാമിനുണ്ട്. ചേട്ടൻ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കിഷോർ എപ്പോഴും പറയും നമുക്ക് പ്രോഗ്രാമിന് വിളിക്കാന്ന്. അപ്പൊ മാക്സി ചേട്ടൻ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രൂപ്പിലെ ഞങ്ങൾ ഓണറിനെ വിളിച്ചു. മാക്സി ചേട്ടനെ എന്ന് വിളിച്ചു. ഒരിക്കലും തരില്ല, ഞങ്ങളുടെ തുറുപ്പ് ചീട്ടാണ്, വേറെ എന്ത് ജീവിതത്തിൽ തരും, പക്ഷെ മാക്സി ചേട്ടനെ വിട്ടു തരില്ല എന്ന്. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ നേരിട്ട് അപ്പോഴും ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ലാതെ ചേട്ടൻ എന്താ പറയാ, ആ സൗണ്ട് കൊണ്ടും ആ സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ഈ തുറുപ്പ് കുലാനെ ഞങ്ങൾ ഇറക്കി കളിച്ചത്. അതാണ്. അല്ല, ഈ തുറുപ്പിയിട്ട് കാര്യം പറയുമ്പോൾ ഓരോ ട്രൂപ്പിന് ഞാൻ ഇപ്പം രാജചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാന് ഗാനമേള വളരെ സക്സസ് ആണ്. പത്തനംതിട്ട സാരംഗിന്റെ ഗാനമേളയ്ക്ക് എതിരൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അന്ന് കാലത്ത് ഒരു സമയത്ത് ഈ രാജചേട്ടൻ അതിന്റെ ഇന്റർവെല്ലിൽ മിമിക്രി കളിക്കുമായിരുന്നു. അതൊരു തുറുപ്പ് ചീട്ടായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ, അല്ലേ? ഞെട്ടിക്കുന്ന ആ ഒരു മിമിക്രി കാണാൻ അങ്ങനെ ഒരാൾ എല്ലാ ട്രൂപ്പിലും ഉണ്ടാവും. രാജ, രാജനെയും മാക്സിനെയും കൂടി മിക്സ് ചെയ്താൽ രാജ മിക്സ് കിട്ടും. അതെ, ഇളയരാജ മിക്സ്. ഓക്കെ, SP ആയിട്ടൊക്കെ പരിചയമുള്ളതാണല്ലോ. SP is my favorite singer. അപ്പൊ SPBയുടെ ഒരു രാജ മിക്സ്. അതെ, SPB സാറിന്റെ ശബ്ദത്തിൽ രാജചേട്ടനും മാക്സി ചേട്ടൻ ഏത് പാട്ടാണ് ഒരു പാടാൻ പറ്റുന്നത്? അദ്ദേഹത്തിന് പാടാൻ പറ്റുന്ന ഏതാന്ന് വെച്ചാൽ നമുക്ക് പാടാം. SPB എന്ന് പറഞ്ഞാൽ 10,000 above of songs. ജാനകി അമ്മയുടെ 10,000 above സോങ്സോ? നിങ്ങൾ രാജ സാഹിബ് ആകോ? ഞാനായി. സോങ് അറിയാം. അപ്പൊ ഞാൻ പറയുന്നത് വളയോസൈ പാടിയിരിക്കുന്നത് ലതാ മങ്കേഷ്കർ അല്ലേ? അതെ, ലതാ മങ്കേഷ്കറാണ്. ആണ്, അത് നമുക്കൊന്ന് കേട്ടാം. നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? അപ്പൊ ആൺവേഷത്തിന് നിൽക്കുന്ന ആള് പെൺവേഷത്തിന്റെ പാട്ട്, പെൺവേഷത്തിന് നിൽക്കുന്ന ആള് ആൺവേഷത്തിന്റെ പാട്ട്. അങ്ങനെയല്ലതല്ലേ? പിന്നെ എങ്ങനെയാണ്? ഇതാണ് സയാമി സിരട്ട. അതെ, അന്ന് നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. അതായത് ആൺവേഷത്തിൽ നിൽക്കുന്ന ആൾക്ക് പെണ്ണിന്റെ ശബ്ദവും പെൺവേഷത്തിൽ നിൽക്കുന്ന ആൾക്ക് ആണിന്റെ ശബ്ദം. അതല്ലേ ശരി? അങ്ങനെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ കടലും കടലാടി മാതിരിയായിരുന്നു. ഞാൻ പാടണോ പോടണോ? നീ എങ്ങനെയാലും ചെയ്യും. வடையோசை கலகல கலகன கவிதைகள் படிக்குது, கொழு கொழுதென்ற காற்றும் வீசுது. சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம், வளையோசை கலகல கலகன கவிதைகள் படிக்குது, கொடு கொடுதென்ற காற்றும் வீசுது. சில நேரம் சுழி சுழி சுழிவென செலவுகள் படப்பட துடிக்கிறது, இன்னும் மேகம் கோசுது. ஒரு காதல் கடிதம் விழி போடும், உன்னை காணும் சபதம் வரக்கூடும். நீ பார்க்கும் பார்வைகள் பூவாகும், நெஞ்சுக்குள் கை தென்றல் உள்ளாகும். கண்ணே உன் கண் பட்ட காயம் கண்ணாடாராக ஆறும், முன்னாடும் பெண்ணாடும் தள்ளாடும், செம்மேனி என் மேனி உன் தோழியாடும் நான். வளையோசை கலகல கலகன கவிதைகள் படிக்குது, கொழு கொழுதென்ற காற்றும் வீசுது. சில நேரம் சுழி சுழி சுழிவென சிறவுகள் படப்பட துடிக்குது, இன்னும் மேகம் கோசுது. എടീ, ഇറച്ചിക്കടയിൽ ഓർഡർ ചെയ്തിട്ട് നിൽക്കണവരെ നിൽക്കാതെ നമ്മുടെ ആൾക്കാരാ പാടണം, ഒന്ന് എൻജോയ് ചെയ്യ്. നിനക്കല്ലേ കൂടുതലിറച്ചി, നീ കാണിക്കണി. പ്രകടനം ഗംഭീരമായിരുന്നു, അതിൽ യാതൊരു തർക്കവും. അപ്പൊ അവിടുന്ന് ഒരു തുറുപ്പ് ചീട്ട് വന്ന സ്ഥിതിക്ക് നമ്മളൊരു തുറുപ്പ് ചീട്ട് അങ്ങോട്ട് ഇറക്കാം. പിന്നല്ലേ, അതായത് ഇപ്പം അവിടെ മാക്സി ചേട്ടൻ ആണ് പെൺവേഷത്തിൽ അല്ല പെണ്ണിന്റെ ശബ്ദത്തിൽ പാടി. ഇപ്പൊ ഞങ്ങളൊരു സ്ത്രീ രത്ന ആണുങ്ങളുടെ ശബ്ദത്തിൽ മിമിക്രി ചെയ്യുന്ന ഒരാളുണ്ട്. ഞങ്ങൾ ഇറക്കാൻ പോവാ, ഇറക്കാൻ പോവാ. പക്ഷെ ഞങ്ങൾക്ക് വഴക്കില്ല. വഴക്കില്ലേ, നമ്മള് സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ വിളിക്കാൻ പോകുന്നത് വളരെ സ്നേഹത്തോടു കൂടി
പിന്നെ ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇങ്ങനൊരു കഴിവുണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലായത്? ഇങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്രിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ മലയാള അസോസിയേഷനിലെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഞാനും ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നെ വിഷു, 2 കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്. എന്താണ്? പുള്ളിക്കാരി രാഷ്ട്രീയത്തിലുണ്ട്, രാഷ്ട്രീയത്തിൽ നിന്ന് മിമിക്രിയിൽ വന്നു. നിങ്ങൾ മിമിക്രിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോയി. പഞ്ചായത്ത് മെമ്പറാണ്. അതെ, നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചു. കണ്ടാലും തോന്നുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ ആണെന്നല്ലേ? കാരണം നല്ല അതിനുള്ള എല്ലാ ഒരു കാര്യങ്ങളും ഉണ്ട്. ഈ പ്രൊഫഷണലായിട്ട് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടോ? ഇങ്ങനെ ഒരു ഫണ്ടിന് ചെയ്യുന്നതേ ഉള്ളോ? ഇപ്പോൾ ഞാൻ 2017 മുതൽ TV പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു പഞ്ചായത്ത് മൊത്തം പറഞ്ഞേക്കണം എവിടെ വേണമെങ്കിലും പ്രോഗ്രാമിന് പോയിക്കൊന്ന്. ഏത് മെമ്പറിനോട് അങ്ങനെ പറയും അല്ല? അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ പഞ്ചായത്തിൽ എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം കലാകാരന്മാരും കലാകാരികളോടും എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ അവരുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരി ഒരു മെമ്പറായിരിക്കുന്നത് വലിയ സന്തോഷമായിട്ടാണ് അവർ കാണുന്നത്. ഏത് പഞ്ചായത്താണത്? ഞങ്ങൾ എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ദ്വീപിലെ നായരമ്പലം പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറാണ് ഞാൻ. അപ്പോൾ നായരമ്പലം പഞ്ചായത്തിലെ 6ാം വാർഡിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഫണ്ട് സപ്പോർട്ട് ടീമിന്റെ വക ഒരു വലിയ നന്ദി. അവര് വിട്ടു തന്നോണ്ടാണല്ലോ ഞങ്ങൾക്ക് ഒരു മെമ്പറെ ഇങ്ങനെ കിട്ടിയത്. ഈ കല്യാണം കഴിച്ച ഭർത്താവും ഭാര്യയും കർമ്മ ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്കിരിക്കൂലേ? പിന്നെ ബൈക്കുകളൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവരുടെ അയലൊക്കത്തുകാർ ഇവരുടെ ബൈക്ക് ഇതുവരെ കേട്ടിട്ടില്ല. രണ്ടുപേരും ആണിന്റെ ശബ്ദത്തിലല്ലേ പറയണേ. പിന്നെ വേറെ കാര്യമുണ്ടല്ലേ, ചേച്ചിക്ക് ഏതിലാണ് വരുമാനം കൂടുതൽ? ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എന്തിലാണ്? പഞ്ചായത്തായിട്ടാണോ അതോ മിമിക്രി ചെയ്യുന്നത്? പഞ്ചായത്ത് മെമ്പർക്ക് 7,000 രൂപ ശമ്പളമുള്ളൂ. അത് വെച്ചൊരു സിനിമ വരെ വന്നു. അല്ല, ചേച്ചിക്ക് ഒരു ഗുണമുണ്ട്, ഇലക്ഷൻ വെക്കുമ്പോൾ എല്ലാ നേതാക്കളും വന്ന് സംസാരിക്കും. അല്ല, അത് വരുമാനം പറയുന്നതേ ഒറിജിനൽ ഉത്സവത്ത് 1 നില വീടാ വെച്ചേക്കുന്നത്. 3 നില വീട് വേഷം കെട്ടി ഉണ്ടാക്കിയ ആളാ ചോദിക്കുന്നത്. ഈ പ്രചരണത്തിന്റെ സമയത്തൊക്കെ എല്ലാരെയൊക്കെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി വോട്ടൊക്കെ പിടിക്കാനായിട്ട് എപ്പോഴെങ്കിലും മിമിക്രി കാണിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചിലരെല്ലാം പറയാറുണ്ട്, റിക്വസ്റ്റ് ചെയ്യും അല്ലേ? എന്തെങ്കിലും ചിലർ മാത്രം. രാഷ്ട്രീയം എന്നുള്ളതേ ഉള്ളിലെല്ലാവരും ഉള്ളിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷെ എന്റെ ഉള്ളിൻ്റെ ഉള്ള ഈ കല വിട്ടുള്ള കളിയില്ല. അതാണ് നമുക്ക്. എന്നാ നമുക്ക് ചേച്ചിയുടെ പ്രകടനം കാണാം. ചേച്ചി തുടങ്ങാം. ആരെ ആദ്യം കാണിക്കാൻ പോണേ? കലാഭവനുമായി ബന്ധപ്പെട്ട് തന്നെ തുടങ്ങാം. കലാഭവൻ നാരായണൻകുട്ടിയുടെ ശബ്ദം. നമസ്കാരം. ഹലോ മൈത്തശ്ശി, ദൈവമേ, എനിക്ക് നിങ്ങളെ കിടത്തില്ല. വാട്സപ്പോടെ ടൈമിൽ പരിപാടിയിലൊക്കെ എന്നെ സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. ഞാൻ ഈ ചാനലും വേഗം വിട്ടുപോകും. വേറൊന്നുമല്ല, ഞാനും 17 പേരും ഒരു ചാനൽ അകപ്പെട്ടുപോയി. 10-31 ദിവസം ദൈവമേ, ഒരു പത്രമില്ല, ഒരു മൊബൈൽ ഫോണില്ല, വായിക്കാനായിട്ട് ജനങ്ങളുമായി യാതൊരു സമ്പർക്കമില്ല. അകപ്പെട്ടു പോയിട്ട് ഞാൻ മതിയും കൊറിയും എടുത്ത്. സുഹൃത്തുക്കളെ, സിനി മിണ്ടി. കുട്ടി മിണ്ടുന്നില്ലെന്നായിരുന്നു ഇത്ര നേരം പരാതി. ഇപ്പൊ കുട്ടി മിണ്ടി തുടങ്ങിയപ്പോ നിങ്ങൾക്ക് അതും പരാതിയായി. എനിക്ക് സുരേഷ് കൃഷ്ണ സാറ് വന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ എനിക്ക് അദ്ദേഹത്തിന് ശബ്ദം അനുകരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ ക്രിസ്ത്യൻ ആൻഡ് ബ്രദേഴ്സ് എന്ന ചിത്രത്തില് ഒരു ഡയലോഗ് ഞാൻ 3 വ്യക്തികളിൽ ഒരേ ഡയലോഗ് തന്നെ പറയാൻ. അപ്പോൾ അത്രയും 3 പേര് കഴിഞ്ഞോട്ട് ആരൊക്കെയാ? അത് സുരേഷ് കൃഷ്ണ, പിന്നെ നമ്മുടെ ഇവിടെ ഒരാളിരിപ്പുണ്ട് നാണിത്തള്ള എന്ന് പറയുന്ന വ്യക്തി, പിന്നെ നമ്മുടെ ശ്വാസകോശം ഗോപൻ സാറല്ലേ. ഒരു ഡയലോഗ് തന്നെ 3 പേര് പറയും. ക്രിസ്തു, ഞാൻ പറഞ്ഞ കേക്ക്. വെളുക്കപ്പെട്ട് വളച്ചാൻ എത്ര പണം എനിക്ക് തരും? നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ചേതരാം. പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ, കൊല്ലേ. കഴിയില്ല നിനക്ക്. എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും എനിക്ക് അപ്പനോട് ജീവിതകാലം മുഴുവനും. ചേച്ചി, ഇത് എവിടുന്നായി വരുന്നത് ഈ സൗണ്ട്? ക്രിസ്റ്റി, ഞാൻ പറയണ കേക്ക്. ഇവക്ക് വേണ്ടി വല്ലച്ഛൻ എത്ര പണം വേണമെങ്കിലും തരും. നമുക്ക് പാകം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ചേർത്തരാം. പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമ്പോൾ കൊല്ലടാ, കൊല്ല്. കഴിയൂല നിനക്ക്. എന്നെ കൊന്ന കണക്ക് പറയേണ്ടി വരും നിന്റെ അപ്പനോട് ജീവിതകാലം മുഴുവനും. ഇത് നാണിത്തള്ളേക്കാളും നന്നായിട്ടുണ്ട്. നായരമ്പലത്തിന് ഈ പരിപാടിക്ക് പോകണ്ട. വളരെ നന്നായിട്ടുണ്ട്. എന്നെ നന്നായിട്ടുണ്ട് കേട്ടോ.
മേലാലി വക പരിപാടിയായിട്ട് കൊണ്ട് ഇറങ്ങരുത്. വാക്കുകളുടെ കഞ്ഞിയിൽ പാറ്റണ വേണ്ടി അതേ മനസ്സിലിരുന്നാ മതി കേട്ടാ. മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. നീ വല്ലോടത്തൊക്കെ എന്റെ കഞ്ഞിയിൽ പാറ്റിടാന്ന് നീ നോക്കണ്ട. നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ഈ തുറപ്പിച്ചിട്ട് എന്റെ അടുത്ത് എടുക്കേണ്ടതല്ലേ. പോ എന്നെ പൊട്ടിച്ച് കളഞ്ഞി സൂപ്പറായിട്ടുണ്ട് മോളെ. ഇതേ ഇപ്പൊ AI എന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, ടെക്നോളജി. ആരാണ് ഒറിജിനൽ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അതുമല്ല ഏറ്റവും രസം, ഇത് നമ്മള് ആരുടെയെങ്കിലൊക്കെ ശബ്ദം അനുകരിക്കുന്നില്ല. ഇത് ഒരാൾ അവനവന് ജീവിക്കാൻ വേണ്ടി ലോകത്തില്ലാത്തൊരു ശബ്ദം കണ്ടുപിടിച്ചോണ്ട് വന്നതാ. അത് അനുകരിച്ചോണ്ട് വേറെ ആള് വന്നേക്കാണ്. ചേട്ടന്റെ നെഞ്ചി പഞ്ഞിയ. പക്ഷെ അത് അസ്ലായല്ലേ, സൂപ്പർ നല്ലൊരു കൈയടിക്കും. ഇനി അടുത്തത് പോട്ടെ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കൃഷി ഞാൻ പറയുന്നത് കേൾക്ക്. ഇവർക്ക് വേണ്ടിയുള്ള അച്ഛൻ എത്ര പണം വേണ്ടിത്തരും, നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ഷെയർ തരാം, പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ, കൊല്ല്. കഴിയില്ല നിനക്ക് എന്നെ കൊല്ലാൻ, കണക്ക് പറയേണ്ടി വരും നിനക്ക് ജീവിതകാലം മുഴുവനും എൻ്റെ അപ്പനോട്. എന്തൊക്കെ കീറുന്നത്? ശരിക്കും പറഞ്ഞല്ല, മഞ്ജു വാര്യർ വന്ന സമയത്ത് ബീന ചേച്ചി വന്ന് പെർഫോം ചെയ്തപ്പോഴില്ല എനിക്ക് അഭിമാനം തോന്നിയത്. കാരണം പറൂരിന് അഭിമാനമായ ബീന ചേച്ചി ഇവിടെ വന്ന് പെർഫോം ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. ഓൾ ദ ബെസ്റ്റ് കേട്ടോ, കിടക്കാച്ചിയാണ്, എന്നും കരകയറി പോട്ടോ. സൂപ്പർ. ഇനി ആരാ? അപ്പൊ ഞാനിപ്പോ രാഷ്ട്രീയത്തില് ആണല്ലോ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ചില രാഷ്ട്രീയക്കാർ ശബ്ദം കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഇടക്ക് അന്തരിച്ച നമ്മൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം ഞാൻ ശ്രമിക്കാം. 5 വർഷക്കാലം UDF ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് എല്ലാ വോട്ടും വാരിക്കോരി കൊണ്ടുപോയി. എന്നിട്ട് വന്നത് സംഭവിച്ചു. അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. ഇനി വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ്? ഇനി നമ്മുടെ പിണറായി സാർ. പിണറായി സാർ, ഓക്കെ. സംസ്ഥാനത്ത് ഇന്ന് മഴയും കഴുതിയും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മഞ്ഞ അലർട്ട് എനിക്ക് വലിയ തൃപ്തിയായിട്ട് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചുവന്ന അലർട്ടാണ് എനിക്ക് ആവശ്യം. അതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ചുവപ്പാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ നന്നാകണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ജാതിയുടെ കാര്യം പറഞ്ഞ് തമ്മിത്തല്ലാതെ നന്നായി നിങ്ങൾക്ക് കൊള്ളാതെ തന്നെ. എടുക്കാറുണ്ട്. പല പ്രാവശ്യം പല യോഗങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്, സ്വീകരണത്തിന് ശ്രമിച്ചിട്ടുണ്ട്. അധികാരമേറ്റപ്പോ അതേപോലെ ജാഥ ക്യാപ്റ്റൻ വന്നപ്പോ അങ്ങനെ പല ഘട്ടത്തിലും. പക്ഷേ രാജിവെച്ചൊരു സ്വീകരണം വാങ്ങി നോക്കിയിട്ടില്ല. മറ്റൊരു മാസ്റ്റർ പീസ് ഐറ്റം MM ഹസൻ സർ. വന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് എല്ലാവർക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടിപൊളിയല്ലേ? അല്ല, ഇത് പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഒരു മിമിക്രിക്കാരന് ഡയലോഗ് അടവെടുത്തിട്ടല്ല, സ്വന്തം എഴുതി ഉണ്ടാക്കിയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇനി സിനിമാ മേഖലയിൽ നിന്ന് വേറെ ആരെങ്കിലും? സംവിധായകൻ ലാൽ ജോസിന്റെ ശബ്ദം നോക്കാം. ലാൽ ജോസ്, ഓക്കെ. മലയാള സിനിമയില് പ്രഗത്ഭരായ സംവിധായകന്മാർ പലരുണ്ടായിട്ടുണ്ടെങ്കിലും കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാനേ കയറി വരുന്നുണ്ട്. അപ്പോൾ സിനിമ പിടിക്കുമ്പോൾ ചിലപ്പോൾ ചില സിനിമകൾ വിജയിക്കാറുണ്ട്, ചിലതെല്ലാം തോൽക്കാറുണ്ട്. ഇതിലൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിജയിക്കുന്ന സിനിമയോട് ആഹ്ലാദിക്കാനോ തോൽക്കുന്ന സിനിമയെക്കുറിച്ച് വേദനിക്കാനോ ഞാൻ ആളല്ല.
ഗംഭീരമായ, കാരണം ഇത് വളരെ റെയർ ആണ് അല്ലേ? അല്ല അത് ശരിയാ, കാരണം ഇതൊരു ഡെയറിങ് അറ്റംപ്റ്റ് ആണ്. സ്ത്രീകൾ അങ്ങനെ വലിയ പാടാണ്. സൗണ്ട് അനുകരിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഈ പാട്ടുപാടി വിജയിച്ച സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇതുപോലെ മിമിക്രി കാണിച്ച് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിനെ ആദ്യമായിട്ടാണ്. അടിപൊളി ചേച്ചി, അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. വളരെ സന്തോഷം. ഞങ്ങളുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈമിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതിൽ വളരെ ഗംഭീരമായി. സൂപ്പർ. എനിക്കും സന്തോഷം, വളരെ സന്തോഷം. ജീവിതത്തിലും കലാജീവിതത്തിലും ഒക്കെ എല്ലാവിധ ഭാവങ്ങളും കരുതു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ നമ്മുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് കൂടുതൽ ഗ്രാൻഡ് ആക്കി നമ്മുടെ ഈ സ്റ്റാറുകളെല്ലാം തന്നെ ഈ കാണുന്നതിലും അപ്പുറത്തുള്ള പ്രതിഭയുള്ള, അപ്പുറം എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരാടെ. ഞാൻ അപ്പുറത്തിനപ്പുറമാണ്. ഇപ്പൊ ഇവിടെ സിനി ഡാൻസർ ആണ്. അവരെ ഡാൻസർ അല്ല, അഡ്വഞ്ചർ ഡാൻസർ. അഡ്വഞ്ചർ ഡാൻസർ കെട്ടി ഇറക്കിയിട്ട് മറ്റേ സൈക്കിളിന്റെ ചെയിനിൽ കിടന്ന് കറങ്ങും. അങ്ങനത്തെ പരിപാടികള്. അറിയില്ല. ദേവി എല്ലാ കലകളും, ഓട്ടം തുള്ളല്, ചാക്യാർ കൂത്ത്, അതെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. രശ്നീത്ത ഡാൻസറാണ്, അഭിനേതാവാണ്. സർവോപരി നിങ്ങള് മജീഷ്യനായിട്ടുള്ള ഒരു കഴിവ് നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ സൈഡിലേക്ക് വന്നാല് ഇവര് 3 പേരും മിമിക്രിയുടെ ഓഡിയോ കാസറ്റ് കാലം, ടെലിവിഷൻ കാലം, സിനിമാ കാലം തുടങ്ങിയ അതിന്റെ എല്ലാ ഏരിയകളിലും ഒരു പക്ഷേ ഈ കേരളത്തിൽ നിന്ന് വിദേശ ഷോകളുടെയൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയതിനകത്തെല്ലാം വലിയ സംഭാവന വഹിച്ചിട്ടുള്ള വലിയ പ്രതിഭകളാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇവരെ ഇവരല്ലാതെ ഇവരെ കാണാം. അതിന് മുമ്പ് ഇവരിപ്പം തൽക്കാലം മറ്റേ ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഊരിയിട്ട് നമുക്ക് തോന്നാം. ആദ്യം സാജു ചേട്ടനോടാണ്. സാജു ചേട്ടാ, താത്ത എത്ര വർഷമായിട്ട് ചേട്ടൻ ചെയ്യുന്നുണ്ട്? 25 വർഷമായി. 25 വർഷമായി. തുടങ്ങുമ്പോൾ 70 വയസ്സിൽ താത്തയ്ക്ക് അവിടെ തൊട്ട് തുടങ്ങിയാണ്. എത്രയോ താത്ത പോവാത്ത രാജ്യങ്ങളില്ല, താത്ത പോവാത്ത വേദികളില്ല, ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളില്ല. എല്ലാത്തിലും ഉണ്ട് താത്ത ഉണ്ടായിരുന്ന ആളാണ്. ഇത് എവിടുന്ന് കിട്ടിയതാണ് ഈ താത്തയുടെ ക്യാരക്ടറിനെ? അത് ശരിക്കും ആക്സിഡൻ്റലായിട്ട് കിട്ടിയതാണ്. നമ്മുടെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അന്ന് പാവപ്പെട്ടവരുടെ താത്തയായിരുന്നു ജാഫറടിക്ക്. അങ്ങനെ ജാഫറടിക്ക് വന്ന് താത്ത ചെയ്തിട്ട് പോയി. പുള്ളി അന്ന് ഇടുക്കിക്ക് പോയി. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയമാണ് നമ്മുടെ ഹരിശ്രീ സ്റ്റുഡിയോയിൽ. അപ്പോൾ വൈകുന്നേരം മിക്സ് ചെയ്യാനായിട്ട് വന്നിരുന്ന് കഴിയുമ്പോൾ ബേബിച്ചേട്ടൻ ചോദിച്ചു, ജാഫർ പോയോ എന്ന് ചോദിച്ചു. പറഞ്ഞു ജാഫർ ഇപ്പോൾ ഇടുക്കി ചെന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കുറച്ച് മാഞ്ഞു പോയി എന്ന് പറഞ്ഞു. അന്ന് ഈ സ്പൂളാണ്, അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ മാഞ്ഞു പോയ വശം പിറ്റേ ദിവസം രാവിലെ അത് കാസറ്റ് കൊടുക്കുകയും വേണം. അപ്പോൾ അത് പലരും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്ന് ഡബ് ചെയ്ത് നോക്കി. ആരുടെ സൗണ്ട് ശരിയായില്ല. അപ്പം ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനത് നോക്കാമെന്ന് പോകുന്നുണ്ട്. കറക്റ്റാണുള്ള ഇത് ചെയ്താൽ പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാച്ച് ചെയ്ത് കിട്ടും. പക്ഷെ ആ കാസറ്റിൽ കേട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അത് ഞാനും ജാഫറും മാറി മാറി ചെയ്തിട്ടെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ അടുത്ത ഓണത്തിനിടയ്ക്ക് മുട്ടച്ചോടൻ കാസറ്റിൽ നിന്ന് ആദർശ വിളിച്ചിട്ട് ഒരു അമ്മ അബി എങ്ങാണ്ട് ഗൾഫിൽ പോയേക്കായിരുന്നു. ആ സമയത്ത് താത്തയുടെ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അങ്ങനെയാണ് മണിയും ആദ്യമായിട്ട് അഭിനയിച്ച ആദർശയുടെ കാസറ്റ് മൂന്നാം ഭാഗത്തിൽ വടക്കോട്ട് പോയപ്പോ പാട്ടൊക്കെ ഉള്ള ഭാഗം. അതിനകത്ത് ഞാനൊരു പാട്ടും പാടി കെടാ ബെഡ കെ കെടാ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പാടി. മക്കളുടെ ഗുണം കൊണ്ട് തന്ത പോയി പട്ടിണി കിടന്ന് കഷ്ടമായി എന്ന് പറയുന്ന പാട്ടിലുണ്ട്. പിന്നെ ആ ഒരു സീൻ ചെയ്ത താത്ത ആമിന താത്തയും 41 മിമിക്രിക്കാരെന്ന് പറയുന്ന ടൈറ്റിൽ റോളുള്ള കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൈറ്റാനിക് ചെയ്തു. ടൈറ്റാനിക്കിലെ ജാക്കും റോസും താത്തയും കാക്കയായിരുന്നു. എത്രയോ കാസറ്റുകളിൽ ഇവര് ഈ കോമ്പിനേഷൻ പോവായിരുന്നു അല്ലേ? ആ ടൈറ്റാനിക് ചെയ്ത സമയത്താണ് മമ്മിക്ക വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു സജു ടൈറ്റാനിക്ക് നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ, അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് വേറൊരു കാസറ്റ് ചെയ്താലോ? എന്നിട്ട് എന്താണ് ലൂസാണ് എനിക്കെന്ന്. ചെയ്തോന്ന് എനിക്കൊരു സംശയം. പുള്ളി പറയുന്ന കേട്ടാ ചെയ്തില്ല എന്ന് പറഞ്ഞു. ചെയ്തു. അന്ന് നമുക്ക് തൊട്ടാണല്ലോ പ്രധാനം. അപ്പൊ തൊട്ട് തരാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്തു കൊടുക്കും. ഇന്ന് തൊട്ട് പ്രധാനമല്ലേ? ഇന്ന് തൊട്ടല്ല, പുട്ടാണ് പ്രധാനം. രാധാകൃഷ്ണൻ ഈ ക്യാരക്ടർ എവിടെ കിട്ടിയേട്ടോ? ഞാൻ 1984 ഇത് ആദ്യമായിട്ട് ശബ്ദം അനുകരിക്കുന്നത്. ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ട് അവൻ അനുകരിച്ചതാണ്. അപ്പം അത് ഏകദേശം കറക്റ്റായി. പിന്നെ പറഞ്ഞ് എൻ്റെ ശബ്ദമായി. അങ്ങനെയാണ് 84 നാണിത്തള്ള ആദ്യമായിട്ട് ചെയ്തത്. നാണിത്തള്ളക്കൊക്കെ ഈ ക്യാരക്ടറിനുണ്ട് 40 വയസ്സ് മിച്ചം പ്രായം അല്ലേ? അതെ അതെ. നോക്കൂ, നമ്മള് ഈ 100 വയസ്സ് ആഘോഷിക്കപ്പെട്ട ചില ക്യാരക്ടറുകളൊന്നാണ് മിക്കി മൗസ് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ. 100 വർഷങ്ങൾക്ക് ഇപ്പുറം അത് മാഗസീനിൽ പ്രിന്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്ന ക്യാരക്ടറാണ്. പിന്നെ മാഗസീനിൽ നിന്ന് അത് കാർട്ടൂണായിട്ട് വന്നു. പിന്നീട് പല കാലത്ത് സിനിമയായിട്ട് വന്നു. അപ്പോൾ
ആക്ടറുകളൊക്കെ നിൽക്കും, ഒരു ക്യാരക്ടർ ചെയ്ത ഒരു സിനിമ മാത്രം 10-100 വർഷമൊക്കെ നിൽക്കും. പക്ഷെ അത്രയും വർഷമൊക്കെ ഒരു ക്യാരക്ടർ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. 84 തൊട്ട് നാണിത്തള്ള, ഏതാണ്ട് 90കളുടെ പകുതി തൊട്ട് ആമിനത്താത്ത, ഇവരെല്ലാം അതുപോലെ നിൽക്കുകയാണ് ഈ കലാകാരന്മാരിലൂടെ. പിന്നെ പറയേണ്ടിരുന്നത് എത്താൻ പോവാണ്. അല്ല, ഇത് രണ്ടും ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയ ക്യാരക്ടറാണ്. അത് ഉണ്ടല്ലോ, ദീദിയെ നോക്കി ഉണ്ടാക്കിയതാണ്. അത് രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ജയന്റെ ഫിഗർ ചെയ്യുന്നു, ഉഷാഉദ്ദിപ്പിന്റെ ഫിഗർ ചെയ്യുന്നു. ഉഷാഉദ്ദിപ്പ് ഇപ്പൊ ഈ ചെയ്യുന്നത് കണ്ടിട്ട് ഇവൻ വളരെ ചീപ്പായ സാരിയാണ് കൊടുത്തോണ്ടിരുന്നത്. ലാസ്റ്റ് ചേച്ചിയുടെ ഒറിജിനൽ സാരി കൊണ്ട് കൊടുത്തിട്ട് 45,000 രൂപയുടെ സാരി കൊണ്ട് കൊടുത്തു. അതാണ് ഇപ്പൊ ചെതലെടുത്ത് പോയത്. 10 വർഷമായിട്ട് ദീദിയുടെ സാരി എല്ലാം ഊരി വെച്ചിരിക്കായിരുന്നു. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ഇന്നോവ കാർ എടുത്തു, ചെയ്ത് നിർത്തിയപ്പോ ഇന്നോവ കാർ വിറ്റു. ഇത് ഞങ്ങള് ബാംഗ്ലൂര് 5 ഉഷാഉദ്ദിപ്പ് ഒരുമിച്ച് വേദിയിൽ വന്നു. 3 അതങ്ങനെ നീ, ഞാന്, സുമേഷ് തമ്പി, ദീദി, 4 പേര്. അതെ, 4 പേര് ഒരേ വേദിയിൽ ബാംഗ്ലൂര്. ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ദീദി എല്ലാവർക്കും ഒരേ സാരി കൊടുത്തായിരുന്നു. അതെന്താ വെച്ചാല് ദീദി അനുകരിച്ചോണ്ട് ഇവര് പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. ഏതെങ്കിലും കടയിൽ പോയി ഏറ്റവും കുറഞ്ഞ സാരി മേടിച്ചിട്ട് ഞാൻ അന്ന് മേടിച്ച സാരിയാണ്. ഞാൻ ഇതിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും സാജു കൂടെ ഞങ്ങളെല്ലാവരും കൂടെ അറേബ്യൻ കോമഡി ഷോ എന്ന് പറഞ്ഞ മമ്മിക്കാട് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഈ സോണിയ എന്ന് പറഞ്ഞ മൈ ഡിയർ കുട്ടിച്ചാത്തൽ അഭിനയിച്ച ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, രാജായിക്ക് ഫീമെയിൽ വേഷത്തിൽ ഉഷാ ദീദിയെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ അത് പോയി ദീദീനെ കുറിച്ച് പഠിക്കുകയും അത് എടുത്തു വെച്ച് നോക്കുകയും ആ ഡ്രസ്സൊക്കെ എടുത്ത് അതുപോലെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റാണ് ആ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ദീദിയിലേക്ക് ഞാൻ വരുന്നത്. ഒരു സമയത്ത് ഒരു 2001-2002 പക്ഷെ ഇതിൽ ജയന്റെ വേഷം കിട്ടിപ്പോ ഉദ്ഘാടനം ചെയ്ത് പൈസ ഉണ്ടാക്കുമായിരുന്നു. അതല്ല, വേറൊരു കാര്യമുണ്ട്. 1 ലക്ഷം രൂപ അന്ന് ഒരു ഉദ്ഘാടനം. ജയൻ അത് സിനിമയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അപരന്മാർ നഗരത്തിൽ സിനിമ ഒരു 93 ദിവസം ഓടിയ സമയമായപ്പോഴത്തേക്ക് എനിക്ക് പേയ്മെന്റ് വളരെ കുറവായിരുന്നു. ആദ്യം തന്നത് 15 രൂപ, 15,000. സാറേ, അന്ന് ഞങ്ങൾക്കൊക്കെ 350 രൂപയാണ് നിങ്ങൾ കുറവെന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ സൺറൂഫ് ഉള്ള കാറ് കാണുന്നതും കേറുന്നതും ഇദ്ദേഹത്തിന്റെ കാറിലാണ്. അങ്കമാലിയിൽ ഒരു പരിപാടിക്ക് സിയേറയോ ഓപ്പൽ ആസ്ട്ര കാറില് ഉത്സവപ്പറമ്പി പരിപാടിക്ക് വന്നേക്കാ ഈ പുള്ളി വിത്ത് സൺറൂഫ് ഒക്കെ ആയിട്ട്. ഞാൻ ആ കാറൊക്കെ കയറി അത്ഭുതത്തോടെ, ഞാനൊരു മിമിക്രിക്കാരൻ ഒപ്പലാസ്ട്രയിൽ ഉത്സവപ്പറമ്പി പരിപാടിക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ഈ രാജചേട്ടൻ കൊണ്ടുവരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഉഷാഉദ്ദിപ്പിന്റെ 2 ഗുണമുണ്ട്. അതായത് പേയ്മെന്റ് കിട്ടും നോക്കിയേ, പിന്നെ സ്റ്റേജില് ആണുങ്ങൾക്ക് ആർക്കും സാരി കൊടുക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നായികമാരവും വിളിക്കും. നായികമാരല്ല, ആങ്കേഴ്സ്. രഞ്ജിനി ഹരിദാസ്, പിന്നെ ദേവിചന്ദ്രൻ, പിന്നെ സുബിയൊക്കെ സ്ഥിരമായിട്ട് തന്നെ പരിപാടി. എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സാരി ഉടുക്കുന്നവർക്കറിയാം, ശരിക്കും ബട്ടൺ ചുറ്റിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എത്ര ചെയ്താലും കറക്റ്റ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു സന്തോഷമായിട്ട് ഞാൻ അങ്ങ് നിന്നു കൊടുക്കും. അവര് സന്തോഷത്തോടെ അങ്ങ് ചുറ്റി അങ്ങ് വരിയും. അല്ല, ഇപ്പൊ മനസ്സിലായില്ലേ സാരി കൊടുക്കണതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ള അറിയാലോ. ഇപ്പൊ തന്നെ പകുതി ഉരിഞ്ഞിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും വീഴാം. അങ്ങനെയൊക്കെ കിട്ടിയതാണ് ഈ ഒരു അനുഗ്രഹം. സത്യം പറഞ്ഞാൽ അവരെ പോലെ പോസിറ്റീവായിട്ട് ഇത് എടുത്തതും നമ്മളെ പ്രോത്സാഹനം സാജുവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോത്സാഹനം തന്നെ. ഞാൻ ഉഷാ ദീദി മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഞാൻ നോക്കുമ്പം അന്ന് നമ്മുടെ കമല സുരയ്യായിട്ടിരിക്കുന്നു സാജു ചേട്ടൻ. നിങ്ങൾ രണ്ടുപേരും ഒരു വളരെ എത്ര രൂപമാറ്റങ്ങൾ ഈ ഫിഗർ എന്ന് പറയുന്ന ഒരു പരിപാടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ജനകീയമാക്കിയതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അത് മൈദ മറ്റേ തട്ടുകടയിൽ കുഴച്ചു വെച്ചിരിക്കുന്ന പോലെ മൈദ എടുത്തിട്ട് വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാൻ പറ്റും, കലക്കിയിട്ട്. അതുപോലെ തന്നെ പൊറോട്ട അടിച്ചുണ്ടാക്കാൻ പറ്റും. സലീകുമാറായിട്ടെ അമീബ എന്ന് വിളിക്കുന്നത്. സാജുവിനെ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഏതൊരു വേഷം നമ്മൾ ഉദ്ദേശിക്കുന്നു അതങ്ങോട്ട് മുഖത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആവാൻ. പക്ഷെ രാജക്ക് തരുന്ന പേര് ദശാവതാരമാണ്. 10 അവതാരങ്ങൾ ചെയ്യും, ദശയുണ്ട്. അപ്പൊ നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ തെസ്നി താടെ ഒരു മാജിക് കാണാൻ പോവുകയാണ്.
നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ മാറി എല്ലാവരും അനുസരിച്ചു. ഞാനത് ഈ നമ്മുടെ പിഷു വിളിച്ചപ്പോഴേ എന്തെങ്കിലും ഒരു ചെറുത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കുറച്ച്, പക്ഷെ ഞാൻ എല്ലാം ഇവിടെ ശരിക്കും മാജിക് ചെയ്യുന്ന ആള് എന്നെ സഹായിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഒരാള് വലിയ ആള് വലിയ ആള് വേറെ ആരും 3 വയസ്സ് 4 വയസ്സ് തൊട്ട് മാജിക് ചെയ്ത ഒരാളാണ് വന്നിരിക്കുന്നത്. വലിയ ആളായി. അത് ശരി, വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, ആ കൊച്ചു പിടിക്കാം, വലിയ കൊച്ചു പിടിക്കാം, വിളിക്കാം. നെക്സ്റ്റ് ഐറ്റം ലോലിപോപ്പ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മിഠായി ആണല്ലോ. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ.
ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മാജിക് ഷോയിൽ പങ്കെടുക്കുന്നത്. ഇനി ഒരുപാട് മാജിക്കിൽ പങ്കെടുക്കാൻ ഇടവരട്ടെ. അല്ല ഒരു കാര്യം പറയാം, തെസ്നീത്തയുടെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, തെസ്നീക്കയുടെ ഉപ്പ വലിയ മജീഷ്യൻ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ള ആളാണ്. തെസ്നീത്ത ചിരിയിലും തമാശയിലും അഭിനയത്തിലോട്ടൊക്കെയാണ് വന്നത്. ശരിക്കും ഒരു നല്ല മാജിക് ചെയ്യാൻ ഒരു മാജീഷ്യൻ പറഞ്ഞാൽ ഇത്രയും ക്യാമറകളുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ചെയ്യാൻ ആരും തയ്യാറാവാറില്ല. നമ്മുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം കുറച്ച് കുഞ്ഞൈറ്റങ്ങൾ, കുഞ്ഞു പിള്ളേരെ കാണിക്കുന്ന കുഞ്ഞൈറ്റങ്ങൾ ചെയ്തു എന്നുള്ളൂ. അത് തന്നെ തെസ്നീത്ത കൂടെ ചെയ്തു എന്നുള്ളൂ. തെസ്നീത്ത ഈ കുട്ടിക്ക് വേണ്ടി കൂടെ നിന്നതാണ്. അതുകൊണ്ട് അതാണ് നമുക്ക് പരിചയപ്പെടേണ്ട ആള്. ഇതാണ് നമ്മുടെ കുട്ടി മജീഷ്യൻ അഹ്ലിൻ. സൂപ്പറായിരുന്നു മോളെ. അഹ്ലിനെ ഇത് ആരെ പഠിപ്പിച്ചു തരുന്നേ? മൈ ഗ്രാൻഡ് ഫാദർ ആണോ? എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് മജീഷ്യൻ അബ്ദുള്ള. പിന്നെ വാപ്പയുടെ പേര്? എൻ്റെ വാപ്പയുടെ പേര് അസ്ലം. ഓക്കെ, പുപ്പയാണ് പഠിപ്പിച്ചു തന്നെ അല്ലേ മാജിക്? മിടുക്കിയാണ്. അപ്പൊ ഞാൻ ഇന്നലെ തെസ്നീത്താനെ ഈ ഷോയ്ക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വലിയ ഐറ്റംസ് ചെയ്യാറുള്ളൂ, ചെറിയ ഐറ്റംസ് ഞാനൊരു ചെറിയ ആളെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. മോൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്ര നിന്നു. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എത്ര വയസ്സ് മുതലാ മാജിക് പഠിച്ചു തുടങ്ങിയേ? 4 വയസ്സൊക്കെ മോളിപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ 5-ലാണ്. നല്ല മിടുക്കിയായിട്ട് ചെയ്തു കേട്ടോ. പക്ഷെ തെസ്നീത്ത, നമ്മളിപ്പോ അസലത്തിന്റെ മാജിക് ഒക്കെ കണ്ടു, ഗംഭീരായിരിക്കുന്നു, അതിനൊന്നും എതിരൊന്നുമില്ല. പക്ഷേ ഞാൻ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ടിനിച്ചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഇതിന്റെ പലതും, കാരണം തെസ്നീത്ത ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് ടിനിച്ചേട്ടൻ കാണുന്നത്. ടിനിച്ചേട്ടൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് അതാണ്, അത് അതിൻ്റെ അകത്തുണ്ടായിരുന്നു, അത് തിരിച്ചു പിടിച്ചു എന്നൊക്കെ ചില കമന്റുകളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോ കുട്ടികളുടെ ലെവലിലുള്ള മാജിക് അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇത് പറഞ്ഞ ടിനിച്ചേട്ടനെ ആ വെല്ലുവിളി തെസ്നീത്ത ഏറ്റെടുക്കണം. ടിനിയോ നമുക്കൊന്ന് ഹിപ്നോട്ടിസം ചെയ്ത് നോക്കിയാലോ? ഹിപ്നോട്ടിസം ചെയ്തിട്ട് എനിക്ക് ആ പല്ല് പൊടിഞ്ഞത് ആരുടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് പല്ല് ഹിപ്നോട്ടിസം ചെയ്യാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ റെഡിയാണോ? ഞാൻ തെസ്നിയുടെ ഒപ്പം മാജിക് ഷോന് പോകുന്ന ഒരാളാണ്. ശരിയാണോ? അല്ല ഞാൻ ഒരു മിനിറ്റ് അല്ല, ഞാൻ തെസ്നിയുടെ വാപ്പയുടെ ഒപ്പം ഞാൻ മാജിക്കിന് പോയിട്ടുണ്ട്. അല്ല മറൈൻ ഡ്രൈവില്. അതായത് മാജിക്കിന്റെ ഇടയിൽ നമ്മുടെ ഒരു മിമിക്രി. എന്നിട്ട് പുള്ളി വാനിഷാക്കി കളഞ്ഞു പരിപാടി പൊളിയെന്ന് പറഞ്ഞിട്ട്. തിരിച്ചേട്ടാ തെസ്നീത്ത, കുട്ടി മാജിക്കുകളോട് ഒരു വലിയ ഐറ്റം ചെയ്യാം. നമുക്ക് 3 ഒരേപോലെ ചെയർ കിട്ടണം, അല്ലെങ്കിൽ സ്റ്റൂള് ഒരേപോലെ ഇരിക്കണം. അത് കിട്ടിയാൽ നമുക്ക് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞൊരു ഐറ്റം ചെയ്യാം. ചെയറിനാണോ പാട്? ഞാൻ തരും.
നല്ല ഓർമ്മയുണ്ടോ? അത് ചെറിയൊരു ഉറക്കം അത്രേ ഉള്ളൂ. ആ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ഇതൊരു സീരിയസ് ആക്ട് ആണത്. ഓക്കെ. ഒരു കൊച്ചിനെയാണ് ഇപ്പൊ ഞാൻ നിർത്തിയിരിക്കുന്നത്. ഒരു ആനയെ പോലും ഇതിന്റെ മുകളിൽ നിർത്തി കഴിഞ്ഞാൽ ഇനി അറിയില്ല. അയ്യോ, ഞാൻ കുറെ ഇങ്ങനെ ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് ടിനിച്ചേട്ടൻ ഫേക്ക് ചെയ്യണോ പക്ഷെ അങ്ങനെയൊന്നും അല്ല. ബോഡി ഭയങ്കര സ്റ്റിഫായിരുന്നു അല്ലേ? ഭയങ്കര സ്റ്റിഫായിരുന്നു. ലൈക്ക് ഈ മെന്റൽ പവറുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കേ. മെന്റല് മാത്രമായിരുന്നെങ്കിൽ ഡയാനയ്ക്ക് ചെയ്യായിരുന്നു. എന്തായാലും രണ്ടുപേർക്കും അല്ലേ, റിയലി ഗ്രേറ്റ്. നിങ്ങളാണ് എന്നെ പൊക്കിയത്. ഓ താങ്ക് യു. ലോഡിംഗുകാർക്ക് കാശ് കൊടുക്കണ്ടേ? ലോഡിങ്ങിന് നോക്കൂലി കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം. താങ്ക് യു. ഓ കുഞ്ഞു മനസ്സാ കട്ടി വീശ്. ശരിക്കും ഇത് ആദ്യമായിട്ട് എത്ര ചെയ്തത്? ടിനി ഇത് കോളേജ് പഠിക്കുമ്പോൾ ചെയ്തിരുന്നല്ലോ. എന്റെ ഫാദറിന് അങ്ങനെ ഉണ്ടായിരുന്നു. പ്രസാദേട്ടനാണോ ടിനിയാണോ എനിക്ക് ഓർമ്മ. പ്രസാദേട്ടൻ ഇത് ചെയ്തിട്ടുണ്ട് പണ്ട് കോളേജ് മഹാരാജസിൽ പഠിക്കുന്ന സമയത്ത്. എന്റെ പ്രസാദ് എന്റെ ഫാദറാണ് അത് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങള് അമ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വർക്കിംഗ് കമ്മിറ്റി എല്ലാരും കൂടി കൂടിയിട്ട് ഒരു ആർജ എന്ന് പറയുന്നൊരു. അന്ന് വെറുതെ ഞാൻ ടിനിയെ വിളിച്ചു. എനിക്ക് ഒരു പ്രതീക്ഷ പേടിയുണ്ടായിരുന്നു. ടിനി വന്ന് ഉഴപ്പോന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ പേടിച്ചു പോയി. അല്ല, എനിക്ക് പോലും പെട്ടെന്ന് പേടിയായി പോയി. കാരണം ടിനി ഒറിജിനലായിട്ട് അങ്ങോട്ട് ശരിക്കും. അത് കഴിഞ്ഞ് ടിനി മാജിക് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ചോദിച്ചു ഇവിടെ വല്ലതും കെട്ടി വെച്ചിട്ടുണ്ടോ, വല്ലതും ബാലൻസ് ഉണ്ടോ? ടിനി എനിക്കൊന്നും അറിയില്ല അതിന്. പക്ഷെ ഇപ്പോഴും വിളിക്കുമ്പം ടിനിയെ വിളിക്കാൻ കാരണം എനിക്ക് ഇനി സാധിക്കുമെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചതാ. പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തത്. സാധിക്കുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തപ്പോ ഈ കൊച്ചായിരുന്നില്ല അനന്യ എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് എന്റെ ഇവിടെ കയറി നിന്നത്. കൂളായിട്ട് നിൽക്കുകയും ചെയ്ത്. ഇപ്പൊ എത്ര ഉള്ള ഇപ്പൊ പിഷാരടി കയറി എന്നാലും അത് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സയൻസ് ആണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓണത്തിന് ടിനിച്ചേട്ടനെ പെട്ടിയിൽ നിർത്തിയിട്ട് 23 വാള് കയറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് കഴിഞ്ഞാൽ 12 കൊല്ലം കഴിഞ്ഞ അടുത്ത ഷോ ഉള്ളൂ. തെസ്നീത്ത പുറത്തിറങ്ങണം ജയിലിൽ നിന്ന്. നമസ്കാരം. 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 നമസ്കാരം ചേട്ടാ. നമസ്കാരം. വിഷു നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം എല്ലാവർക്കും. എല്ലാം ഹാപ്പി ഓണം. അല്ല ഞാനേ കേശവ മാമൻ സാധാരണ എന്തൊക്കെ കോമഡി ഏത് ലെവലിൽ പോയാലും വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ല ഇന്ന് നമ്മുടെ ഓണമാണല്ലോ. അതെ. അപ്പൊ ശരിക്കും ഞാൻ ഒരു ഓണക്കളിപ്പാട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുപോയി. പാരഡി ഇല്ല. ഞാൻ സ്വന്തമായിട്ട് രചിച്ച ഒരു ഓണക്കളിപ്പാട്ട് ഇവിടെ ഓണായിട്ട് പറയുന്നത്. രചനയും സംഗീതവും. സംഗീതം എന്ന് പറയുമ്പോൾ എന്റെ അച്ഛൻ ഒരു ഓണക്കളി പാട്ടുകാരനായിരുന്നു, കൈകൊട്ടികളുടെ ആളായിരുന്നു. അദ്ദേഹം അന്ന് പാടിയ ഒരു ട്യൂൺ വെച്ചിട്ട് ഞാൻ എഴുതിയൊരു വരികള്. അതുപോലെ ഒറ്റയ്ക്കാണോ ഈ ഓണക്കളി പാട്ട്? അല്ല, ശരിക്കും ഇത് ഓണക്കളി. ഈ പാട്ട് ശരിക്കും നമ്മൾ കളിക്കുന്നത് എല്ലാവരും വട്ടം ചുറ്റി നിന്നിട്ട് കൈകൊട്ടി കളിക്കുന്ന ഒരു കളിയാണ്. അതിന്റെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ നമ്മള് മുണ്ട് മടക്കി കയറ്റി കുത്തണം. ഞാനത് മുണ്ട് ഉലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി മുറുക്കി കെട്ടി വെച്ചേക്കാം. അപ്പൊ നമ്മള് ശരിക്കും ഇത് കൈകൊട്ടിക്കളി ഇന്നില്ല. പക്ഷെ ഞാൻ ഒറ്റക്കുമല്ല ഇത് കളിക്കുന്നത്. കാരണം ഇതില് ഇത് അടിച്ചൊളി പാട്ടായതുകൊണ്ട് നമ്മുടെ പിള്ളേരെ കൂട്ടിയേക്കാണ്. ഫൺസിന്റെ പിള്ളേരും കൂടി അടിച്ചു പൊളിക്കണം. അപ്പൊ തകർക്കാൻ പോകണം എന്തായാലും. പിന്നല്ല കേറി വാടാ മക്കളെ. അപ്പൊ നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡില് മത്സരത്തിന്റെ ഒരു പിരിമുറുക്കവും ഇല്ലാണ്ടൊരു ഫൺ മൊമെന്റ് അല്ലേ? യെസ്. അന്നത്തെ പോലെയല്ല ഇന്നത്തെ ഓണം, എന്നത്തെയും പോലെ ഓണം ഇങ്ങെത്തി. പൂക്കളം തീർക്കുവാൻ കൂട്ടുകാരെത്തി, പൂക്കളില്ലാതവർ നെട്ടൊട്ടമോടി. കാക്കപ്പുതുമ്പപ്പൂ മുക്കുറ്റി പൂക്കളും എങ്ങുമേ കണ്ടതില്ലാതെയ്യ. പൂക്കൾ വിരിഞ്ഞു നിന്നേറിയ മൊത്തമായി ഫ്ലാറ്റുകൾ പൊന്തി വന്നേതയ്യാം. തെയ്തക തെയ്തക തെയ്തകത്താരോ, തെയ്തക തെയ്തക തെയ്തകത്താരോ, തെയ്തക 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 തെയ്താരോം തിത്താം. നമ്മുടെ നാട്ടിൽ പൂക്കളം തീർക്കാൻ അന്യ സംസ്ഥാനത്തെ പൂക്കളിങ്ങെത്തി. പിച്ചി ജമന്തി വാടാമല്ലിപ്പൂക്കൾ ചോദിച്ച കാശിന് തല്ലിട്ടു വാങ്ങി. പൂക്കളേതായാലും പൂക്കളം തീർത്തെന്നാൽ മാവേലി ഹാപ്പിയാകും ദയ്യം. ഓണമടിച്ചു പൊളിച്ചു രസിച്ചിടാൻ എല്ലാരും കൂടെ എത്തി ദയ്യാ. ഓണവിശേഷങ്ങൾ ഇങ്ങനെയാണ്, ഓണക്കളി അത് കാണേണ്ടതാണ്.
ഓണം കളി കണ്ട് നിന്നൊരു പെണ്ണ് ആശാനെ നോക്കിയിട്ട് കണ്ണം നിറക്കി ചെപ്പുതെറ്റിച്ചാശം കുറ്റബോധത്തോടെ മന്ദം വന്ന് നടന്നേ ദയ്യം. ഇത് കണ്ട് ചില ചെറുപ്പക്കാരുടെ കിളി പറന്നു പോയേ ദയ്യം. അന്നത്തെ പോലെയല്ല ഇന്നത്തെ ഓണം, എന്നത്തെയും പോലെ ഓണം ഇങ്ങെത്തി. പൂക്കളം തീർക്കുവാൻ കൂട്ടുകാരെത്തി, പൂക്കളില്ലാതവർ നെട്ടോട്ടമോടി. മാവേലി മന്നന്റെ ഓർമ്മയിൽ നിന്നൊരു പൊന്നോണക്കാലമെത്തി ദയ്യം. ഓണം അടിച്ചു പൊളിച്ചു രസിച്ചിടാൻ എല്ലാരും കൂടെ എത്തി ദയ്യം. ഓണക്കളി കണ്ട് നിന്നൊരു പെണ്ണ് ആശാനെ നോക്കിയിട്ട് കണ്ണം നിറക്കി ചെപ്പുതെറ്റിച്ചാശം കുറ്റബോധത്തോടെ മന്ദം വന്ന് നടന്നേ ദയ്യം. ഇത് കണ്ട് ചില ചെറുപ്പക്കാരുടെ കിളി പറന്നു പോയേ ദയ്യം. തേതക 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 താരോ തേതക 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 താരോ തേതക 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 തേതാരോ ദിത്താം തേതക 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 താരോ തേതക 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 താരോ തേതക 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 തേതാരോ തേതൈക ദിത്താം ദിത്താം ദിർദത്താം. മൂവിങ് ഓൺ ടു എ വെരി സ്പെഷ്യൽ പെർഫോമൻസ്. ഈ പെർഫോമൻസ് നമുക്ക് തരുന്ന ആളെ നമുക്കൊരു മ്യൂസിക്കൽ മജീഷ്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ജോസി ആലപ്പുഴ. ജോസേട്ടൻ വരുമ്പോൾ നമ്മൾ കുറച്ചു പേർക്കൊക്കെ അറിയാം, നമ്മൾ പല സിനിമകൾ കാണുന്ന ആൾക്കാരാണല്ലോ. ഈ സിനിമയിൽ നമ്മൾ ഹിറ്റാവുന്ന പല പാട്ടുകളും പാടിയ പാട്ടുകാരനെ നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്, മ്യൂസിക് ഡയറക്ടറെ നമ്മൾ ഓർക്കാറുണ്ട്, ലിറിസിസ്റ്റിനെയും നമ്മൾ ഓർക്കാറുണ്ട്, നോക്കാറുണ്ട്. എന്നാലൊരു പാട്ടിൽ എത്രയോ ട്രാക്കുകളിൽ പല 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 ഇൻസ്ട്രുമെന്റുകളുണ്ട്. ഒരു സിനിമയ്ക്ക് ഉടനീളം റീ റെക്കോർഡിംഗ് ഉണ്ട്, പാട്ടുകളിൽ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളുണ്ട്. അങ്ങനെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരുപാട് പാട്ടുകളുടെ കാസറ്റിൽ, സിനിമയിൽ, തിയേറ്ററിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഓഡിയോയിൽ അതൊക്കെ ആദ്യം റെക്കോർഡിങ്ങിന് വായിച്ചിട്ടുള്ള ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് ജോസി ആലപ്പുഴ. ജോസി വായിച്ചിട്ട് സിനിമയിലൂടെ വായിച്ച് നമ്മളെല്ലാം കേട്ട ഒരു മ്യൂസിക് ആദ്യം നമുക്കിവിടെ കേൾക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് പടമാണ്, ജോസി വായിച്ചത് എത്രമാത്രം സൂപ്പർ ഹിറ്റ് ആണ് എന്നുള്ളതെല്ലാം കേൾക്കാം. ഞാൻ പടം പറയുന്നില്ല, പാട്ട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, നേരെ അത് വായിച്ച് നമുക്കൊന്ന് കേൾക്കാം ആദ്യം. ഇങ്ങനെ എത്രയോ പാട്ടുകൾ, ഇതൊക്കെ പാട്ടുമാണ്, സിനിമയുടെ റീ റെക്കോർഡിങ്ങുമാണ്. ഇനി വീണ്ടും ജോസി ചേട്ടന്റെ ഒരു ജോസി ചേട്ടൻ എത്രമാത്രം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറിജിനൽ റെക്കോർഡിങ്ങിൽ ജോസി ചേട്ടൻ വായിച്ചിട്ടുള്ള ഒരു പാട്ടിലെ ഒരു ബിറ്റ് വായിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും മലയാളികൾക്ക് ആ പാട്ട് എത്ര വലുതാണ്, ഏത് മ്യൂസിക് ഡയറക്ടറാണ്, ആരഭിനയിച്ചതാണ്, ആര് പാടിയതാണ്, എത്ര മഹത്തായ പാട്ടാണ്. അതിനുവേണ്ടിയാണ് ജോസി ചേട്ടൻ അത് വായിച്ചതെന്നുള്ളത് ആ ബിറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേൾക്കാം. ഏത് പാട്ടാണെന്നല്ല മനസ്സിലായോ? പറയേണ്ടതുണ്ടോ? ഹരിമുരളീരവം. ഹരിമുരളീരവം രവീന്ദ്രൻ മാഷോടൊപ്പം ഇവിടെയുള്ള എല്ലാ സംഗീത സംവിധായകരോടും ഒപ്പം
എത്രയോ നമ്മൾ കേട്ടിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രതിഭയാണ് നമ്മളോടൊപ്പം ഇന്ന് ഓണത്തിന്റെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്ന് ജോസിയാണ് ആലപ്പുഴക്കാരനാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്, അത് വേറെ പ്രശ്നം. പിന്നെ എന്റെ ആദ്യത്തെ അമേരിക്കൻ ട്രിപ്പിലുള്ള ഒരു 4 പേര് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചുണ്ട്. ജോസിയേട്ടനുണ്ട്, ഞാൻ. പിഷാരടിക്ക് ഇതിനൊരു അഭിനന്ദനം തരികയാണ്. കാരണം ഓർക്കസ്ട്ര വായിക്കുന്നവരെ പിന്നണി എന്നാണ് പറയുന്നത്. അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാനുള്ള താങ്കളുടെ പ്രതിബദ്ധതയെ ഞാൻ അംഗീകരിക്കും. കൊണ്ടുവരാൻ വരേണ്ട ഡിമാൻഡുള്ള ആൾക്കാരല്ലേ നമ്മൾ പോണവരെ വിളിച്ചാൽ എപ്പോഴും വിളിച്ചോ, ഞാൻ വരാം. ഒരു പാട്ട് ഇപ്പൊ നമുക്ക് വൈറലാവുക, 1 മില്യൺ വ്യൂസ് 2 മില്യൺ വ്യൂസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയിൽ ഒരു പാട്ട് തിയേറ്ററിൽ ആഘോഷിക്കുക, തിയേറ്ററിൽ ആ സിനിമയിലും ആ പാട്ട് വരുമ്പോൾ തിയേറ്ററിലുള്ളവരെല്ലാം കൂടെ എണീറ്റ് തുള്ളുക, ആ പാട്ട് അങ്ങനെ സിനിമ ഒരു 10-25 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ പാട്ട് മാത്രം സിനിമ തീർന്ന ശേഷം ഒരു തവണ കൂടെ തിയേറ്ററിൽ ഇടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നൊരു സൂപ്പർ ഹിറ്റ് പാട്ടില് ഫ്ലൂട്ട് വിറ്റ് വായിച്ചിരിക്കുന്നത് ജോസ് ചേട്ടനാണ്. ആ പാട്ട് ഏതാന്ന് ഇപ്പൊ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പൈസ തരണ്ട. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഇതൊക്കെ ഞാൻ മറന്നുപോയി സത്യത്തില്. ഇപ്പൊ പ്രോഗ്രാമിനൊന്നും പോകാത്ത ഇതൊക്കെ ഓർത്തു വെക്കാൻ പറ്റും. ചേട്ടൻ മറന്നാലും ഈ യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റാഗ്രാം റീൽസിലൊന്നും ഇത് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. നമ്മൾ ഈ ഫ്ലൂട്ടിലെ ബിറ്റ് വായിച്ചില്ലേ, നമ്മൾ റെക്കോർഡിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഒരുപാട് നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ എന്തുമാത്രം ഫ്രീഡം തരുന്നു അത് കണക്കിരിക്കും. ഇതൊന്നും ഇപ്പൊ ഈ ലജ്ജാവതി എന്ന പടത്തിൽ വായിക്കുമ്പം എനിക്ക് ജാസി പറഞ്ഞ ഒരു തുള്ളുന്ന ടൈപ്പ് ഒരു ബിറ്റ് വേണമെന്നാണ് പറഞ്ഞു. പ്രത്യേകിച്ചൊരു അത് ജാസി സ്റ്റേജിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. എനിക്കതിൽ പുള്ളിയോട് ഏറ്റവും ബഹുമാനമുള്ളതാണ്, വലിയൊരു ഇതോട്. കാരണം എന്ന് വെച്ചാൽ അത് പറയാൻ മടിക്കുന്നവരാണ് പലരും, പക്ഷെ അങ്ങനൊന്നുമില്ല, മ്യൂസീഷ്യൻസ് ആണ് എല്ലാവരും. അപ്പം ഇത് പറഞ്ഞപ്പോൾ തുള്ളുന്ന പോലെ ഞാൻ ഒറ്റ ടേക്കാണിത്, പൂജ സ്റ്റുഡിയോ ഒറ്റ ടേക്കിൽ വായിച്ചാണിത്, ഒറ്റ ടേക്കില്ല. പക്ഷെ ചേട്ടാ ഓക്കെയാണ് ചേട്ടാ എന്ന് പറഞ്ഞു. അന്ന് കാലത്ത് പെട്ടെന്ന് ജാസന്റെ ശബ്ദം വരുമ്പോൾ ഒരു AM രാജയുടെ ഒക്കെ പാട്ട് കേൾക്കുന്ന പോലെയുള്ള ഒരു ടോൺ വരുന്നു. പട്ട ട്രൗസറും, ഇത് ഇംഗ്ലീഷ് റാപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ല, അതിനൊരു പട്ടയിട്ട പാൻറ്റും കഥകളി വേഷങ്ങളും വള്ളവും ആലപ്പുഴയും ഒരു വല്ലാത്തൊരു ഫ്യൂഷൻ ആയിരുന്നു അത്. അതിനകത്ത് തുടക്കത്തിൽ മനോഹരമായ ഒരു ഹമ്മിങ് ഉണ്ട്, ഫ്ലൂട്ട് ബിറ്റ് ഉണ്ട്, റിതം വളരെ നമുക്കുള്ള വളരെ ഫോക്കായിട്ടുള്ള ഒരു റിതമായിരുന്നു. അങ്ങനെ ഒരുപാട് കോമ്പിനേഷനിൽ വന്നിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണത്. ഈ അടുത്ത കാലത്ത് വളരെ പോപ്പുലറായ ഒരു പാട്ട് ജോസ് ചേട്ടൻ വായിച്ചിട്ടുണ്ട്, അത് കേട്ടു നോക്കിയോ. അത് മാത്രം സ്ലോ മോഷനില് കോപ്പിറൈറ്റ്.
ഡിമാൻഡുള്ള കാര്യമാണ് ഫ്യൂഷൻ മ്യൂസിക്. ശരിക്കും ഉള്ള ഫ്യൂഷൻ മ്യൂസിക് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? തീർച്ചയായിട്ടും ശരിക്കും ഫ്യൂഷൻ മ്യൂസിക് എന്താണ് അപ്പോൾ? എല്ലാവരും പറയുന്നത് ഇപ്പം ഒരു സോളോ പ്രോഗ്രാം എന്നാണ് പറയേണ്ടത്. ശരിക്കും ഒരു കല്യാണ പ്രോഗ്രാം ആണെങ്കിലും കുറച്ച് പാട്ട് വായിക്കുന്നതിന് പറയേണ്ടത് സോളോ പ്രോഗ്രാം. സോളോ പ്രോഗ്രാം. ഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ബാലഭാസ്കർ ചെയ്തിട്ടുണ്ട്, അവർ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള വെസ്റ്റേണും ഈസ്റ്റേണും എല്ലാം കൂടെ ഒരു സ്റ്റീഫൻ ദേവസി. ഓക്കെ, വെസ്റ്റേണും ഈസ്റ്റേണും കൂടി ചേർന്നുള്ള വളരെ പറയുന്നതിനേക്കാളും നല്ലത് ഒരു ചെറിയ ഒരു ഫ്യൂഷൻ ഒരു കാണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട, ഫ്യൂഷൻ പോട്ടെ. അതെ. സ്പോട്ടിൽ കമ്പോസ് ചെയ്ത ഒരു ഫ്യൂഷൻ മ്യൂസിക് അല്ല നമ്മൾ കേട്ടെ. അതെ, സ്പോട്ടിൽ കമ്പോസ് ചെയ്തത്. ഇപ്പൊ പോണ വഴിക്ക് തളിക്കാന്ന് പറയും. നമ്മളൊരു ഇമോഷൻ പറഞ്ഞാല് അത് ജോസ് ചേട്ടൻ വായിക്കും. ഏത് ഇമോഷനും ജോസേട്ടൻ വായിക്കുന്ന ഇമോഷൻ ഞാൻ ഡാൻസ് ചെയ്യും. എന്തായാലും നമ്മൾ നവരസങ്ങളൊക്കെ പഠിച്ചു. സിനി പറയൂ, ഏത് ഇമോഷൻ ആദ്യം വേണ്ടേ? ദേവി ചേച്ചി ചെയ്താൽ കാണാൻ ഭംഗിയുണ്ടെന്ന് തോന്നുന്ന പ്രണയം. അപ്പൊ ഒരു സിനിമയിലെ ഒരു പ്രണയ സീനാണ്, ഡയറക്റ്റ് റീ റെക്കോർഡിംഗ് നമുക്ക് കാണാം. ഞാൻ പ്രണയിച്ചു പോയങ്ങ്. ഇപ്പൊ ദേവി ആരെയാണ് പ്രണയിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷേ ഒരു നഷ്ടബോധത്തോടെ ഇരിക്കുന്നത് രാജസാഹിബാണ്. അപ്പൊ ദുഃഖം 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 സങ്കടമാണ് അവന്.
വീട്ടിലിരുന്ന് കരഞ്ഞു. സത്യം കണ്ണീരൊക്കെ വന്നു. നിങ്ങളപ്പോ സിനി വർഗീസിനെ നോക്കിയിരിക്കുവായിരുന്നു. ദേവി ഇവിടെ വളരെ കഷ്ടപ്പെട്ട് സെന്റിമെന്റ്സ് കാണിക്കുമ്പോ നിങ്ങൾ സിനി വർഗീസിനെ നോക്കിയിരിക്കും. പലരെ ശ്രദ്ധിച്ചായിരിക്കണം, ദേവിയുടെ ഡാൻസ് അല്ല കാണുന്നത്. കോമഡി ചെയ്യാന്ന് കോമഡിയുടെ ഭാഗം തെസ്നിത്താണ് ചെയ്യുന്നത്. അതെ അതെ ചെയ്യാന്ന് പറഞ്ഞു. കോമഡി തെസ്നിത്ത ചെയ്യട്ടെ. ഓക്കെ വാ. ഇതൊരു ഡാൻസിലേക്ക് പോയി കഴിഞ്ഞപ്പോ എന്റെ കൈ വിട്ടു. അതായത് പുള്ളിക്കാരൻ വായിക്കുന്നതിന് തെസ്നീത്ത ഡാൻസ് കളിക്കാന്നാ പറഞ്ഞിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ തെസ്നീത്ത ഡാൻസ് നോക്കിയിട്ട് പാമ്പാട്ടി മകുതി ഓതുന്നു. കുറച്ചെങ്കിലും ചിരിച്ചില്ലേ? കുറച്ചല്ല, സൂപ്പർ ആയിരുന്നു. അതെന്ത് വർത്തമാനേ പറയുന്നത്. അതായത് നല്ല താളത്തിലുള്ള കോമഡി ആയിരുന്നു അല്ലേ? അതെ, താളാത്മക കോമഡി. അടുത്ത ഞാൻ പറയട്ടെ. താരാട്ട് താരാട്ട് മാതൃത്വം മാതൃത്വം താരാട്ട്. എല്ലാം കൊണ്ടങ്ങ് കളർഫുൾ ആക്കിയല്ലേ നമ്മുടെ ഓണം നല്ല അടിപൊളിയാക്കി. ശരിക്കും പറഞ്ഞാൽ ജോസ് ചേട്ടന്റെ മാസ്റ്റർ പീസ് ഐറ്റംസ് ഇനിയും ഒരുപാടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ കോപ്പറേറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതുവരെ വായിച്ചു തന്ന സോങ്സ് എല്ലാം ഞങ്ങൾ എല്ലാവരും ഹൃദയം കൊണ്ടങ്ങ്. ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, കാരണം ഇത്രയും നേരം ഞാൻ ഒരു വാക്കുപോലും പറയാണ്ട് ഞാൻ ഈ ഒരു സ്വർഗ്ഗലോകത്തിരിക്കണായിരുന്നു. എനിക്കൊന്ന് എഴുന്നേറ്റൊന്ന് തൊഴണമെന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഞാൻ ഇദ്ദേഹമായിട്ട് പരിപാടികളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഫൺസ് അപ്പോൺ എ ടൈമിൽ വരുന്ന എപ്പിസോഡുകളെല്ലാം വൈറലാണ്. ഇതും വൈറലാണെന്നുള്ള യാതൊരു സംശയമില്ല. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഷോ അല്ല എങ്കിലും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ജോസ് ചേട്ടൻ പെട്ടെന്നാണ് ഞാൻ ജോസ് ചേട്ടനെ വിളിച്ചത്. അദ്ദേഹത്തിന്റെ തിരക്കുകൾ മാറ്റിവെച്ച് നമ്മുടെ പരിപാടിയിൽ വന്നു. അദ്ദേഹം നമ്മൾക്ക് ടെലിവിഷനിൽ അത്രയധികം കണ്ടു പരിചയമില്ലാത്ത ഒരു ഏരിയ നമുക്ക് ലൈവായിട്ട് കാണിച്ചു തന്നു. ഒരുപാട് പരിധികൾക്കും പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇതൊരു ലൈവ് ഷോയിൽ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ജോസി ചേട്ടന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം ക്ഷണം സ്വീകരിച്ച് വന്നതിന് അദ്ദേഹത്തിന്റെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെയും നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു ആദരവ്. സീസൺ 3 ഓണം സ്പെഷ്യൽ എപ്പിസോഡില് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത്
സുന്ദരി കുട്ടികളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ എത്തിയിരിക്കുന്ന ഒരു കോളേജിൽ നിന്നാണ്. ഫാക്കൽറ്റി ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. മാം ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്? എലിംസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ടീച്ചറിന്റെ സ്റ്റുഡൻസ് ആണോ ഇവര്? അതെ അതെ. ഏത് ക്ലാസ്സാ? ഐ മീൻ ഏത് സ്ട്രീമാ? M.Com സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ B.Com ഫിനാൻസിലത്തെ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. എങ്ങനെ നിങ്ങളുടെ കോളേജ് ഇങ്ങനെ ആർട്സ് ആൻഡ് സയൻസ് ആണ്, സോ എങ്ങനെയാണ് ഇപ്പം ആർട്ടിസ്റ്റിക് ടാലൻസിനൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു കോളേജ് തന്നെയാണ്. ഓക്കെ. എന്തെങ്കിലും സ്പെഷ്യൽ, എന്തോ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഞാൻ മണക്കുന്നുണ്ട്. നമ്മുടെ ഒരു സ്റ്റുഡന്റ് M.Com-ല് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ് രഗിത. നല്ലൊരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ ആള് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനൊരു ഓൺ ദ സ്പോട്ടിൽ പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യോ? ഓ തീർച്ചയായിട്ടും. നമുക്ക് രഖിതയുടെ ഒരു അടിപൊളി പെർഫോമൻസ് അതിനെ കണ്ടു. കളക്ഷൻസിന്റെ വെടിക്കെട്ട് ഐറ്റംസ് ഇങ്ങനെ പുറത്തെടുക്കാൻ പോവുകയാണ്. ഇവർ പ്രഗത്ഭരായിരിക്കുന്നത് മിമിക്രി ഇനത്തിലാണ് അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ആരാണ് മിമിക്രി കാണിക്കാൻ പോകുന്നത്? മുകേഷ് OMR ആണോ? അതെ. ഓക്കെ, വെരി ഗുഡ്. ആദ്യത്തെ സ്റ്റാർ അതേതാണ്? വിനായകൻ. ഞാനോ വണ്ടിന്നിറങ്ങിയിട്ട് ഒരൊറ്റം പറയും ഇങ്ങനെ എങ്ങനെ കാണിക്കാൻ. അത് ഭീകരന് അച്ഛൻ ഞാൻ കൊടുക്കൂലേ, അത് ഭീകരന് അച്ഛൻ ഞാൻ കൊടുക്കും. ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണാൻ അദ്ദേഹത്തിന് ഇഷ്ടം. അല്ലാതെ നിങ്ങൾ പറയുന്നത് കോപ്രായം കാണിക്കാനല്ല. നിങ്ങളെ ഫണ്ടിനെ കുറിച്ചാണ് ചോദിക്കണത്. ചോദിക്ക്. ഫണ്ടിനെ കുറിച്ച് അറിയാം, ഫണ്ട്സ് അപ്പോൾ ടൈമിനെ കുറിച്ച് ചോദിക്ക്. വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ, അടിപൊളി. ബിനു കൊടന്നൂർ. യെസ്, എന്തായാലും ഓണല്ലേ, അപ്പൊ നമുക്ക് ഓണ കാസറ്റുകളിൽ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, മാവേലി കുമ്പത്തുകളിലൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്നസെന്റ് ആയിട്ടിന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം. ഞാൻ വന്നു നിനക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ ഒരു ചവന പ്രാവശ്യം വാങ്ങിച്ച് കഴിക്കടാ. ആരെയാണ് അനുകരിക്കുന്നത്? ജാഫർ ഇടുക്കി. അതായത് കൂമൻ നേതൃത്വത്തിലെ ഒരു ഡയലോഗ് ആണ് അനുകരിക്കാൻ ശ്രമിക്കാം. അതിനകത്ത് സാധനം ചിലക്ക് ഇത് കാശിന് മാത്രമുള്ള പണിയല്ല, ഒരു തൃപ്തി വേണ്ടേ. കാശും പണ്ടോ കലമാരി വെച്ച് പൂട്ടി വെച്ച് മനുഷ്യന്മാരുടെ ഉറക്കമുണ്ട് ഭൂതം നിധിലാക്കുന്ന പോലെ. എനിക്കത് കാണുമ്പോൾ കാലിന്ന് പെരുത്ത് വരും സാറേ. ആ പെരുപ്പിന്ന് മോഷ്ടിച്ച് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാ. നിന്നോടൊക്കെ ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ. ഇന്ന് ഈ വേദിയിൽ നടക്കേണ്ടത് ഓണത്തിന്റെ പരിപാടിയാ. നീ എങ്ങാനും തടസ്സം നിന്ന് പറഞ്ഞ നിനക്കെന്നെ കൊല്ലേണ്ടി വരും. അങ്ങനെ വന്നാ നീ ജയിലിൽ പോയി കിടന്ന് അനുഭവിക്കും. എന്നാലേ ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നീ മനസ്സിലാക്കൂ. നമ്മുടെ ഓഡിയൻസ് കോർഡിനേറ്റർ ബാദുഷാ. യെസ്. ഓ പിടികിട്ടി. എടാ നീ തക്കപ്പടല്ലടാ. അപ്പൊ എല്ലാവർക്കും വാട്സപ്പ് ടൈമിൽ എല്ലാവർക്കും ഓണാശംസകൾ തരുന്നു. എടാ നീ തങ്കപ്പനല്ല, നീ പൊണ്ടപ്പൻ. ഓ ഒന്ന് കയ്യടിച്ചേ. ഓ നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് പറയാം ഓടാമെന്ന പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഫണ്ട്സ് അപ്പോൺ ടൈമിൻ്റെ നമ്മുടെ സീമന്തപുത്രനായിട്ടുള്ള മാമനാണ്. മാമന് പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം. സന്തോഷം. ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമോ? റേഷൻ കാർഡ് എന്താണ്? റേഷൻ കാർഡ്
എന്നെ ചിരിപ്പിക്കില്ല കേട്ടോ, എന്റെ കയ്യിൽ നിന്ന് പോവും. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമോ? നിയമാവലികളൊക്കെ അറിയാം. കുറച്ചറിയാം. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ സമ്മാനം കിട്ടുന്ന പരിപാടിയല്ല. പണ്ടൊക്കെ ആൾക്കാർ മിമിക്രിക്കാരൊക്കെ ഞാൻ പറയുമ്പോൾ 10,000 എന്ന് പറഞ്ഞ് കളിയാക്കാം. പക്ഷെ എനിക്ക് ശരിക്കും 10,000 എന്ന് പറയാൻ അറിയാം. 10,000 കറക്റ്റ് അല്ലേ? അപ്പൊ 10,000 രൂപ സമ്മാനം കിട്ടുന്ന പരിപാടിയല്ല ഇത്. ഇത് ശരിക്കും 20,000 രൂപ സമ്മാനം കിട്ടുന്ന പരിപാടിയാണ്. ഇരിക്കൂ. സന്തോഷം. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് നേരിട്ട് കിടക്കാം. ഈ പരിപാടിയുടെ പേര് പറയാം ഓടാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ സെഗ്മെന്റ് കേറി വാട മക്കളെ. 500 പറഞ്ഞ ഒരു ഡയലോഗ് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ പലതും നിനക്ക് തോന്നും, അതിനോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയും, കേൾക്കുക, ഉത്തരം പറയും. ഞാൻ നേടും കേട്ടാ. ആദ്യത്തേത് 2,000 രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യമാണ്. 2,000 ശ്രദ്ധിച്ചു കേൾക്കുക. സിനിമ സംബന്ധിയുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അമരം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിൽ നായകനായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. അപ്പൊ പടം കണ്ടിട്ടുണ്ട് ഉറപ്പാണ്. അപ്പൊ ചോദ്യം ഇതാണ്, മമ്മൂട്ടി ആ സിനിമയിൽ അഭിനയിച്ച ക്യാരക്ടർ എന്തായിരുന്നു? 4 ഓപ്ഷൻസ് തരാം. 1 മീൻപിടുത്തക്കാരൻ, 2 വള്ളം തുഴയുന്ന ആള്, 3 ചീട്ട് കളിക്കുന്ന ആള്, 4 കള്ളു കുടിക്കുന്ന ആള്. എന്താണ് കള്ളു കുടിക്കുന്നത്? ശരിക്കും ഒരു തൊഴിലാണോ? കള്ളു കുടിക്കുന്നത് തൊഴിലാണോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാരൊക്കെ തൊഴിലാക്കി കൊണ്ടു നടക്കുന്നുണ്ട്. ഓക്കെ. മാമന് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ എന്താ പണി? എനിക്ക് പണി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചുമോൻ, അവനൊരു പണിയുണ്ട്. എന്ത് പണി? അവന് ഈ മീൻപിടുത്തമാണ്. അവന് ആൻസർ മീൻപിടുത്തം. ഉത്തരം ശരിയാണ്. മമ്മൂട്ടി മീൻപിടുത്തക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ എനിക്ക് എത്ര? 2,000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ തരുമോ അല്ലെങ്കിൽ? ഇല്ല, ഞാനത് പാലിന്റെ കാശിനുണ്ട് ഇത് മറച്ചേക്കെ കിട്ടും. പോകുന്നതിന് മുമ്പ് തരും. ഓക്കെ. അടുത്തത് 4,000 രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇതൊരു കുസൃതി ചോദ്യമാണ്. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 4,000 രൂപ സമ്മാനമായിട്ട് കിട്ടും. ഓക്കെ. പോവാം. ഒരു മിനിറ്റ്, ഫോൺ വന്നിട്ടുണ്ട്. ഈ ഫോൺ ഭയങ്കര ശല്യം. ഫോൺ ശരിക്കും പ്രശ്നമുണ്ടോ? ശരിക്കും അതെ, ഫോൺ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഫോൺ ഭയങ്കര പ്രശ്നം. ഞാൻ വീട്ടിൽ ചെന്ന ഫോൺ എനിക്ക് ഭയങ്കര പ്രശ്നം. ഈ ഫോണിന്റെ ഇതുകൊണ്ട് തന്നെ എനിക്ക് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാമോ ജീവിതത്തിൽ? ആണോ? പിന്നെ എങ്ങനെയത്? ഈ കഴിഞ്ഞിടക്ക് എൻ്റെ ഭാര്യ അമ്പലത്തിലൊരു നേർച്ച ഉണ്ടായിരുന്നു. എന്താ? അതായത് എന്നെ ഉരുളിക്കാന്നുള്ളത്. ഉരുളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കുന്നത്. ഉരുളി അല്ല, ശയനപ്രദക്ഷിണമില്ല, നമ്മൾ ഉരുളുക. അത് അവള് നേർന്നു. അപ്പോ അവള് അമ്പലത്തിൽ കൊണ്ടുപോകാൻ ഏറ്റു. പക്ഷെ അവൾക്ക് അന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അന്ന് വരാൻ പറ്റിയില്ല. പകരം മരുമോളെ വിട്ട് അവള് മരുമോളോട് വരാൻ പറഞ്ഞു. മരുമോള് ഞാനോടി പോയിട്ട് ഞാൻ ഉരുണ്ട് തുടങ്ങി. ഏകദേശം ഒരു കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും ഇവക്കൊരു ഫോൺ വന്നു. മരുമോക്ക് ഫോൺ വന്നിട്ട് ഞാനിതൊന്നും അറിയണില്ല, ഞാൻ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മരുമോനായിരിക്കും വിളിച്ചത്. ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവള് ഫോൺ വിളിച്ച് എങ്ങോട്ടോ പോയി. അവള് പോയി. ഞാൻ ഉരുണ്ട് അമ്പലവും കടന്ന് റോട്ടിലോട്ട് ഉരുണ്ട്. കഷ്ടം. അവിടെ ചെന്ന് ലാസ്റ്റ് ഒരു സ്കൂട്ടർ വന്ന് എന്റെ മേത്തിടിച്ചപ്പോഴാണ് സത്യത്തില് ഞാൻ അറിയണ റോട്ടിലെത്തി എന്നുള്ളത്. അത് ശരി. ഞാൻ സൈഡിലോട്ട് ഉരുണ്ട് വീണ്. ഈ സ്കൂട്ടറുകാരൻ എന്തെങ്കിലും പറ്റി? അതാണ് പ്രശ്നം. ഈ സ്കൂട്ടർ ഇടിച്ചവൻ നേരെ തെറിച്ചൊരു പെൺകൊച്ചിന്റെ മേത്തേക്ക് എന്ത് വീണ്. അപ്പൊ ഇത് ഏതോ ഒരു പയ്യൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് വരാം. അത് ഫോട്ടോ എടുത്തിട്ട് അവൻ ഫേസ്ബുക്കിലിട്ട്. അപ്പൊ ഈ പെങ്കൊച്ചിന്റെ വീട്ടില് ഭർത്താവ് ഇത് കണ്ടപ്പോഴി നീയും മറ്റവനും തമ്മിൽ എന്താടി അവിഹിതമെന്ന് വെച്ചിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കി. ഈ ഇടിച്ചവൻ ചെന്ന് വീണവന്റെ ഭാര്യ ഇത് കണ്ടിട്ട് അവളും പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ 2 കൂട്ടരും ഡിവോഴ്സിന് തയ്യാറായിരിക്കും. അപ്പൊ ശരിക്കും നിങ്ങൾ ഈ ഉരുള് നേർച്ച നേരുന്നത് അവരുടെ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പാട്ടിനുള്ള മുഹൂർത്തം ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊരു പാട്ടുണ്ടാക്കിയ നമുക്കൊന്ന് കേൾക്കാലോ. ഒന്നാമത്തെ ഓണവും കൂടിയാണ്. അപ്പൊ ഞാൻ മാവേലിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഫോണുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടു. ശരി, ആയിക്കോട്ടെ. അപ്പൊ സാറിന്റെ മുമ്പിൽ അത് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യണത്.
സബാഷ് 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 വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാൽ അടുത്തതിന് പോവാം. നമുക്ക് ഇതിന്റെ എത്ര കിട്ടി എനിക്ക്? ഇതിനിപ്പോ 2000 രൂപ കിട്ടിയിട്ടുണ്ട്. അല്ല, അത് ആദ്യം കിട്ടി, പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. മൊത്തം 4000 രൂപ. 4000 ഇപ്പൊ ഉണ്ടോ? അല്ലെങ്കിൽ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ പോകാൻ നേരത്ത് അത് മറിച്ച് ചെറിയൊരു മറിയോ പോകാൻ നേരത്ത് തരും, കറക്റ്റ് ആയിട്ട് തരും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ട് പോണേ? അടുത്തത് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. പോകാം. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി. ഓക്കെ, ഇതൊരു കുസൃതി ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൻ ഒരു സാധനം വാങ്ങാൻ പോയി. അപ്പം വരുന്നതിന് മുമ്പ് സാധനം വന്നു. ഒരു ദിവസം അപ്പനും സാധനം കൊണ്ട് ഒരുമിച്ച് വന്നു. അന്ന് വീട്ടിൽ നീലപ്പന്തലും 25 കസേരയും. കുസൃതിയാണല്ലേ? കുസൃതി ചോദ്യം. എനിക്ക് എന്തുട്ട് തേങ്ങയാണ് ചോദിക്കണം. കറക്റ്റ് ആൻസർ ആണ് തേങ്ങ. തേങ്ങ. അപ്പനൊരു സാധനം വാങ്ങാൻ പോയി, തേങ്ങ. അപ്പനും സാധനവും ഒരുമിച്ച് വന്നു. അന്ന് വീട്ടിൽ നീല ടർപ്പായി 25 കസേരയും. മനസ്സിലായില്ലേ? ഓക്കെ, തേങ്ങ വീണ ആള് പോയി. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? വെടി വെച്ചിട്ട് ടോന്നും കൂടി പറയേണ്ട അവസ്ഥയായി പോയി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്തതിൽ പോകാം. അപ്പൊ നമുക്ക് ഞാനൊരു ചോദ്യം ചോദിക്കോട്ടെ. മാമൻ ഇങ്ങനെ യാത്രയൊക്കെ പോവാറുണ്ടോ? അല്ല, യാത്ര പോകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എങ്ങോട്ടേക്ക് സാധാരണ പോവാറ്? ഞാൻ പോവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് നല്ല സ്ഥലത്തേക്ക് തന്നെയാണ്. എനിക്ക് തായ്ലാന്റിലും പട്ടായയിലും ഭയങ്കര ഇഷ്ടമാണല്ലേ? എന്താ അത്? അല്ല, തായ് എന്ന് പറയുമ്പോ അമ്മയാണല്ലോ, അമ്മയുടെ സ്ഥലത്തേക്ക് പോകാനാണ്. പിന്നെ ഏതോ സ്ഥലം? പട്ടായ. മാമൻ അത്ര മോശമല്ല ആള്. പട്ടായയിൽ പോകാൻ താല്പര്യം വരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ റെഡിയാക്കി വന്നതാണ്. പക്ഷെ അത് ഒരു പ്രോബ്ലം വന്നത് സംഭവം ചിട്ടിയൊക്കെ ചേർന്നിട്ട് ആകാശിന് പോയി. ചിട്ടി ചേർന്ന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പ്രശ്നത്തിൽ ഒരു കേസിലകപ്പെട്ടിട്ട് ടൂറ് മുടങ്ങിയൊക്കെ ഇപ്പൊ കേസിൽ പെട്ടുപോയി. അപ്പൊ ഇത് കിട്ടിയിട്ടാണ് എനിക്ക് ഇനിയിപ്പോ പോകണമെന്നുണ്ടെങ്കിൽ അത് കിട്ടിയിട്ട് വേണം. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടാണ് പോവാൻ. ഇവിടെ നിന്ന് എന്തെങ്കിലും. അപ്പൊ മുടങ്ങിപ്പോയത് എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ആ മുടങ്ങിപ്പോയത് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പാർട്ടി കൂടെ പറഞ്ഞു. ഓക്കെ. തായ്ലാൻഡിൽ പോകണമെന്നതൊരാശ, പട്ടായയിലും ചെന്നില്ലേലത് മോശ. ടൂറിനായി പോകണമെന്നതൊരാശ, ക്യാഷ് കയ്യിൽ കിട്ടിയില്ലേ എന്നിലുണ്ട് നിരാശ. ഫുഡിൽ ചെറുയിളവ് വരുത്തി മിച്ചം വെച്ചൊരു ക്യാഷ, എൻ്റെ അപ്പൻ തന്നൊരു ക്യാഷ. തേങ്ങയോ അതോ മാങ്ങയോ എന്താണേലും വിറ്റുപെറുക്കി എന്നെയും കൊണ്ട് പറന്നു പോകണതേതൊരു വിമാനമോ. ഓ, ഫുഡിൽ ചെറുയിളവ് വരുത്തി മിച്ചം വെച്ചൊരു ക്യാഷ, എൻ്റെ അപ്പൻ തന്നൊരു ക്യാഷ. അപ്പൊ നമുക്ക് 8000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. 8000. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകുന്നത് 10000 രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യത്തിലേക്കാണ്. 10000ത്തിലേക്ക് പോവാം. ഇതൊരു കുസൃതി ചോദ്യമാണ്. രാജമാണിക്യം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടു. രാജമാണിക്യത്തിൽ അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. പക്ഷെ സിനിമയിൽ നായകൻ ആരാണ്? മമ്മൂട്ടിയല്ലേ? കുസൃതി ചോദ്യമാണ് ഞാൻ പറഞ്ഞു. മോഹൻലാൽ എങ്ങാനും അല്ല? കറക്റ്റ് ആൻസർ ആണ്, മോഹൻലാൽ.
മോഹൻലാൽ. അതെങ്ങനെയാണ്? അതായത് രാജമാണിക്യം എന്ന സിനിമയിൽ അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. correct ആണ്. മമ്മൂട്ടിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് എന്താ, പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? പക്ഷേ എന്നുള്ള സിനിമയിൽ നായകൻ മോഹൻലാൽ. അപ്പൊ കറക്റ്റാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. 10,000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് സമയം ഈ ഒരുപാട് അതിക്രമിച്ചതുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഇനി അടുത്ത ദിവസം തുടരും. അപ്പൊ ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഇനിയിപ്പോ നമുക്ക് 10,000 അല്ലേ? 10,000 തന്നേക്കാം. അപ്പൊ നാളെ പോരെ? നാളത്തെ ഷൂട്ടിന് കഴിഞ്ഞിട്ട് പോരെ? അല്ലല്ല, ഇന്ന് തന്നെ തന്നോല്ലോ. അങ്ങനെയുള്ള അതിന്റെ ഒരു റൂട്ട്. നാളെ തരാൻ കുഴപ്പമില്ലായിരുന്നു. നാളെ നമുക്ക് പൈസ എനിക്ക് ഇന്ന് വേണം. ഇന്ന് കിട്ടിയത് ഇന്ന് തന്നെ. ഈ പരിപാടിയുടെ പേര് മകനെ അറിയാമോ? പേര് പറയാം. ഓടാം. ഓടാം അല്ലേ? അതെ. ഇപ്പൊ മോമൻ എല്ലാത്തിനും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാം പറഞ്ഞു. അടുത്തതെന്താ? ഓടാം. ഓടാം. അല്ല അതെ, നിന്നെ അവിടെ പോലെ